എഫേസ്യർക്കെഴുതിയ ലേഖനം 3-ാം അധ്യായം അതിന്റെ 16 മുതൽ വാചകമാക്കി. എഫേസ്യർ 3-ാം അധ്യായം അതിന്റെ 16 എടുത്തവരാക്കി വായിക്കും. എഫേസ്യർക്കെഴുതിയ ലേഖനം 3-ാം അധ്യായം 16-ാമത്തെ വാചകം. അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോട് ബലപ്പെടേണ്ടതിന് ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിന് വരം നൽകണമെന്നും നിങ്ങളുടെ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി വീതിയും നീളവും ഉയരവും ആഴവും എന്ത് എന്ന് സകല വിശുദ്ധന്മാരോടും കൂടെ ഗ്രഹിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ പറയുകയാണ്, അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് അവൻ തന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം അവന്റെ ആത്മാവിനാൽ നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ഹല്ലേലൂയ ശക്തിയോടെ ബലപ്പെടണം. അകത്തെ മനുഷ്യൻ ശക്തിയോടെ ബലപ്പെടണം. എല്ലാവരും ഉറക്കം പറയുമ്പോ അകത്തെ മനുഷ്യൻ ശക്തിയോടെ ബലപ്പെടണം. ഒന്നുകൂടെ പറയാം, അകത്തെ മനുഷ്യൻ ശക്തിയോടെ ബലപ്പെടണം. ഹല്ലേലൂയ. നമ്മുടെ അകത്തൊരു മനുഷ്യരുണ്ട്. ആർക്കെങ്കിലും അറിയാമോ? ഉണ്ടോ? അകത്തെ മനുഷ്യൻ ആത്മാവ്. അപ്പൊ നമുക്ക് 3 പാട്ടുണ്ട്. ദേഹം, പുറമേയുള്ള ശരീരം, അടുത്ത് ദേഹി, അപ്പോ നമ്മുടെ ഉള്ളിലുള്ള ആത്മാവ്. അടുത്ത് പറഞ്ഞ അകത്തെ മനുഷ്യൻ. അത് പറയുന്നത് ദൈവം. ഒന്ന് വായിക്കാമോ? ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം അതിലുണ്ടാകും. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 6-ാമത്തെ വാചകം. ഭൂമിയിൽ നിന്ന് ഇവിടെ പറയുന്നു, പിതാവായ ദൈവം മനുഷ്യനെ നിലത്തെ പൊടിയിൽ നിന്ന് എടുത്ത് ഉണ്ടാക്കി ഒരു വിഗ്രഹം പോലെ ഉണ്ടാക്കി, മണ്ണിൽ പ്രതിമ ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്തു? ജീവശ്വാസം, ദൈവത്തിന്റെ വായിൽ നിന്ന് ജീവശ്വാസം ഈ പ്രതിമയിലേക്ക് ഊതി കയറ്റിയപ്പോൾ അത് ജീവനുള്ള ദേഹിയായി തീർന്നു. ഹല്ലേലൂയ. അങ്ങനെ ദൈവം നമ്മുടെ ഉള്ളിലോട്ട് ഊതിക്കയറ്റിയ ജീവശ്വാസമാണ് നമ്മുടെ അകത്തെ മനുഷ്യൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ 3 പാട്ടുണ്ട്, മനസ്സിലായോ? ദൈവം ഊതിക്കയറ്റിയ ദൈവത്തിന്റെ ജീവശ്വാസമാണ് നമ്മുടെ അകത്തെ മനുഷ്യൻ. പറ, നമ്മുടെ അകത്തെ മനുഷ്യൻ. അപ്പോ ഒരു മനുഷ്യന്റെ ശരീരത്തിൽ എത്ര പാർട്ടുണ്ട്? 3 പാർട്ടുണ്ട്. നമ്മൾ പുറമേയുള്ള മനുഷ്യൻ, അതാണ് ദേഹം. അടുത്ത് ദേഹി എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ ജീവൻ. അറിയാലോ, നമ്മളിപ്പോ ഒരാൾ നുള്ളിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും, അല്ലേ? അതാണ് ദേഹി. അടുത്ത് നമ്മുടെ ചൂടുവെള്ളം വീണാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അറിയാൻ പറ്റും. ഹല്ലേലൂയ, അതാണ് ദേഹി. അതേപോലെ അടുത്തൊന്നുണ്ട് ആത്മാവ്. ഞാൻ പറഞ്ഞതുപോലെ ദൈവം ജീവശ്വാസം ഊതി കയറ്റിയതാണ് അകത്തെ മനുഷ്യൻ. ഹല്ലേലൂയ. അതേപോലെ അകത്തൊരു കണ്ണുണ്ട്, അറിയാമോ? അകത്തൊരു മനുഷ്യനുണ്ട്, അകത്തൊരു കണ്ണുണ്ട്. അറിയാമോ? ഹൃദയദൃഷ്ടി. ബൈബിളിലെ വചനമുണ്ട്. എഫേസ്യർക്കെഴുതിയ ലേഖനം 1-ാം അധ്യായം അതിന്റെ 17-ാമത്തെ വചനം. 17. എഫേസ്യർ 1:17. ഇവിടെ പറഞ്ഞ ഹൃദയ ദൃഷ്ടി അകത്തേക്കാണ്. ദൃഷ്ടി എന്ന് പറഞ്ഞാൽ കണ്ണ്, ഹൃദയത്തിന്റെ കണ്ണ്. ഹല്ലേലൂയ. അപ്പോ നമ്മുടെ ഉള്ളിൽ അകത്തെ മനുഷ്യനുണ്ട്, ആ മനുഷ്യൻ കണ്ണുമുണ്ട്. ഹല്ലേലൂയ. അടുത്ത് പറ, നിങ്ങളുടെ അകത്തൊരു മനുഷ്യനുണ്ട്. പറ, നിങ്ങളുടെ അകത്തൊരു മനുഷ്യനുണ്ട്. അകത്തൊരു മനുഷ്യനുണ്ട്.
അകത്തൊരു മനുഷ്യനുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അകത്തൊരു മനുഷ്യനുണ്ട്. പറ, അകത്തൊരു മനുഷ്യനുണ്ട്. അപ്പോ നമ്മുടെ ഉള്ളിൽ എത്ര ഭാഗമുണ്ട്? ദേഹം, ദേഹി, ആത്മാവ്. നമ്മൾ പഠിക്കുമ്പോൾ, സയൻസ് പഠിക്കുമ്പോൾ വെള്ളത്തിന് 3 ഘടകങ്ങളുണ്ട്. അറിയാമോ? വെള്ളത്തിന് 3 ഘടകങ്ങളുണ്ട്. അറിയാമോ? വെള്ളം, നീരാവി, ഐസ്. ഐസ് കട്ട. ഹല്ലേലൂയ. ഇടുതാ പറഞ്ഞു, ഞാൻ പഠിച്ചില്ലേ? ഹല്ലേലൂയ, പഠിച്ചില്ലേ? ഹല്ലേലൂയ. മനുഷ്യ പഠിച്ചില്ലേ? ഹല്ലേലൂയ. അപ്പൊ വെള്ളത്തിന് എത്ര അവസ്ഥയുണ്ട്? 3. വെള്ളം, നീരാവി, ഐസ്. ജലാശയം, ഐസ്. ഹല്ലേലൂയ. വെള്ളം, ജലാശയം ഒന്നാണ്. ഹല്ലേലൂയ. അപ്പൊ ഈ വെള്ളത്തെ ചൂടാക്കുമ്പോൾ നീരാവിയായിട്ട് ബാഷ്പീകരിച്ച് എന്ത് ചെയ്യും? മോള് നിങ്ങള് അടുപ്പിൽ കഞ്ഞി വെക്കുമ്പോൾ അറിയത്തില്ലേ, കലത്തിന്റെ അകത്ത് അടപ്പെടുത്ത് അടച്ചു വയ്ക്കും. അത് തുറന്നു നോക്കുമ്പോൾ അടപ്പിൽ എന്ത് ചെയ്യും? വെള്ളം പറ്റിയിരിക്കും. നിങ്ങൾ വെള്ളം എവിടെയാണ് ഒഴിച്ചത്? കലത്തിന്റെ അകത്താണ് ഒഴിച്ചത്. പക്ഷെ അടപ്പ് തുറക്കുമ്പോൾ അടപ്പിലെന്ത് ചെയ്യും? പറ്റിയിരിക്കും. അതാണ് നീരാവി. വെള്ളത്തിന്റെ അടുത്താണ് നീരാവി. അടുത്ത് ഫ്രിഡ്ജില് ഒരു പാത്രത്തിൽ വെള്ളം എടുത്ത് ഫ്രിഡ്ജിൽ ഫ്രീസറിൽ വെച്ചാൽ ഐസ് കട്ടയായിരിക്കും. അതിനെ വീണ്ടും എടുത്ത് പുറത്തെടുത്ത് വെച്ച് കുറച്ച് കഴിയുമ്പോൾ പഴയതുപോലെ വെള്ളം. ഇതാണ് 3 അവസ്ഥ. ഇതേപോലെയാണ് മനുഷ്യന്റെ ഉള്ളിലും ദൈവം 3 അവസ്ഥ തന്നിട്ടുണ്ട്. ഏതൊക്കെയാണ്? ദേഹം, ദേഹി, ആത്മാവ്. എന്നൊരു പറയുമ്പോൾ ദേഹം, ദേഹി, ആത്മാവ്. ദേഹം പുറമേയുള്ള ശരീരം, അകത്തെന്ന് പറയുന്നത് ദേഹി എന്ന് പറയുന്നത് നമ്മുടെ ജീവൻ, ശരീരത്തിലെ ജീവൻ. അതാണ് നമ്മുടെ ദേഹത്ത് ചൂടുവെള്ളം വീഴുമ്പോൾ തക്കടെ കാല് കഴിക്കും, അല്ലേ? അതുകൊണ്ട് നമ്മളെ മനുഷ്യന്റെ ആത്മാവെന്നും പറയും. അങ്ങനെ പറയും, മനുഷ്യന്റെ ആത്മാവ്. അടുത്ത് പറയേണ്ട അകത്തെ മനുഷ്യൻ. 3ാമത്തതാണ് അകത്തെ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ദൈവം നമ്മുടെ മുക്കിലോട്ട് ഊതിക്കേറ്റിയ ജീവശ്വാസം. ഈ ജീവൻ ഈ ലോകത്തിലെ മനുഷ്യൻ തന്നതല്ല. ഈ ജീവൻ ഈ ലോകത്തിലെ മനുഷ്യൻ തന്നതല്ല. നമ്മുടെ അപ്പൻ തന്നതല്ല. നമ്മുടെ പ്രസവിച്ച അമ്മ തന്നതല്ല. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മുടെ ശരീരം, ഒരു കുഞ്ഞ് ജനിക്കുന്നത്, അയ്യോ നമ്മളൊരിക്കലും ഒരു സ്ത്രീയും പുരുഷൻ ബന്ധപ്പെടുമ്പോൾ കുഞ്ഞ് അങ്ങനെയൊന്നും അല്ല. ഇതെല്ലാം അതൊരു നിമിത്തം മാത്രമാണ്. ദൈവത്തിന്റെ സൃഷ്ടിയാണ്. കണ്ണ് വരുന്നത് ചിന്തിച്ചിട്ടുണ്ടോ? ബ്രെയിന്, തലച്ചോർ, കണ്ണ്, മൂക്ക്, ശരീരം, എല്ലാ അവയവങ്ങളും. വയറ് കീറി നോക്കിക്കഴിഞ്ഞാൽ കുടല്, നമ്മളെ ലിവർ, കിഡ്നി, എല്ലാ അവയവങ്ങളും സൃഷ്ടിക്കപ്പെടുന്നത് ഈ ഹാർട്ട് പമ്പ് ചെയ്യുന്നതൊക്കെ ഭയങ്കര സംഭവങ്ങളാണ്. ഹല്ലേലൂയ. ഇതൊക്കെ ഒരു മനുഷ്യനെ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുമോ? ഒരു കുഞ്ഞ് ജനിക്കുമ്പോ ഇതെല്ലാം ആരാണ് വച്ചു പിടിപ്പിക്കുന്നത്? യേശുവാണ് വച്ചു പിടിപ്പിക്കുന്നത്. അല്ലെങ്കിൽ ഒരു പുതിയൊരു കരൾ ഉണ്ടാക്കാൻ പറ്റുമായിരുന്നെങ്കിൽ ഒരു മനുഷ്യന്റെ കരളിൽ നിന്ന് വേറെ മനുഷ്യന്റെ കരളെടുത്ത് മാറ്റി വെക്കേണ്ട കാര്യമില്ല. ഒരു ഡോക്ടറെ ഉണ്ടാക്കിയത് ഫിറ്റ് ചെയ്ത് വെച്ചൂടെ? ഫിറ്റ് ചെയ്യാൻ പറ്റുമോ? പറ്റൂല. ഒരു കണ്ണ് വെക്കാൻ പറ്റുമോ? ഹല്ലേലൂയ. നമ്മുടെ ശരീരത്തിൽ ഒരു അവയവങ്ങളെ ഒരു മനുഷ്യനെ ഉണ്ടാക്കി എന്ത് ചെയ്യാൻ പറ്റത്തില്ല, വയ്ക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. ഇപ്പൊ ഇത് പല്ല് മാത്രം എന്ത് ചെയ്യുന്നുണ്ട്? കൃത്രിമമായിട്ട് ഉണ്ടാക്കി. വേറെ ഒന്നിനെ എന്ത് ചെയ്യാൻ പാടില്ല, പറ്റൂല, ഉണ്ടാക്കി വയ്ക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. ഇപ്പൊ എനിക്കൊരു കിഡ്നി പോയാൽ വേറെ മനുഷ്യന് കിഡ്നിയല്ലേ എനിക്ക് വയ്ക്കണം. ഹല്ലേലൂയ. അല്ലാതെ വേറെ മനുഷ്യൻ ഉണ്ടാക്കി കിഡ്നി എടുത്ത് വയ്ക്കാൻ പറ്റത്തില്ല. കാരണം എന്താണ്? നമ്മുടെ ഉള്ളിൽ ഇരിക്കുന്ന എല്ലാ സംഭവങ്ങളും ഉണ്ടാക്കി വെച്ചത് ആരാണ്? ദൈവമാണ്. ദൈവമാണ്. ഹല്ലേലൂയ. ഈ ലോകത്തിലെ ശാസ്ത്രജ്ഞന്മാർ വിചാരിച്ചിട്ട് ഒരു മനുഷ്യന്റെ ഒരു കിഡ്നി ഉണ്ടാക്കാൻ പറ്റുമോ? കരളുണ്ടാക്കാൻ പറ്റുമോ? കണ്ണുണ്ടാക്കാൻ പറ്റുമോ? ശരീരം ഒരു കയ്യോ കാലോ ഉണ്ടാക്കി വെക്കാൻ പറ്റുമോ? ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല. നമ്മളെ സൃഷ്ടിച്ചതെല്ലാം സർവശക്തനായ ദൈവമാണ്. ഹല്ലേലൂയ. ഇന്ന് മകൾക്കര കരങ്ങളെ ആടിച്ച് ആ ദൈവത്തിന് മഹത്വം എടുത്ത് ഈ യേശുവിനെ പ്രസവിക്കാൻ കിട്ടിയത് വലിയ ഭാഗ്യമാണ്. ഈ ദൈവത്തെ ഉയർത്തുന്നത് വലിയ ഭാഗ്യമാണ്. കാരണം നമ്മളെ നിർമ്മിച്ച ദൈവമാണ്. നമ്മുടെ ദൈവം, നമ്മുടെ യേശു സർവശക്തനായവൻ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്,
പറയുന്നത്, ഈ ബൈബിളും എടുത്തു പിടിച്ച് നെഞ്ചോട് ചേർത്ത് പിടിച്ച് നടക്കുന്നത് പോലെ വേറൊരു ഭാഗ്യമില്ല. തന്റെ ഇടത്തോടെ ഇത് എടുത്തോട് നടക്കണം. കാരണം ഒന്നേ ഉള്ളൂ, എന്നെ നിർമ്മിച്ച ദൈവത്തിന് വചനം പറഞ്ഞ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ ഞാൻ നിന്നെ കണ്ടു. ഹല്ലേലൂയ. ഞാൻ നിന്നെ ഓമന പേരിൽ വിളിച്ചിരിക്കുന്നു. നീ എനിക്കുള്ളവൻ തന്നെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം പറഞ്ഞ അമ്മയുടെ ഉദരത്തിൽ നീ ഉരുവാകുന്നതിന് മുമ്പ് ഞാൻ നിന്നെ കണ്ടു. ഞാൻ നിന്റെ ഓമന പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു. അപ്പോൾ ദൈവം നമ്മളെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ നമ്മളെ കണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. ആ ദൈവമാണ് അമ്മയുടെ ഉദരത്തിൽ നമ്മളെ ഉരുവാക്കിയത്, നമ്മളെ സൃഷ്ടിച്ചത്. ഹല്ലേലൂയ. ഇത് പകൽക്കാലം ഞാൻ പറയാം, എന്റെ പപ്പ എന്റെ അമ്മയ്ക്ക് ഞാൻ ജനിച്ചത് ദൈവത്തിന്റെ പദ്ധതിയായിരുന്നു. ഹല്ലേലൂയ. പക്ഷേ അവരെ ഉള്ളിൽ ജനിക്കുന്നതിന് മുമ്പേ ദൈവം എന്നെ കണ്ടിരുന്നു. ഹല്ലേലൂയ. നിങ്ങളുടെ പപ്പയ്ക്കും അമ്മയ്ക്ക് നിങ്ങൾ ജനിക്കുന്നതിന് മുമ്പേ ദൈവം നിങ്ങളെ കണ്ടിരുന്നു. അവരിൽ ജനിക്കണമെന്നുള്ളത് ദൈവത്തിന്റെ പദ്ധതിയായിരുന്നു. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ദൈവം നമ്മളെ കണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ദൈവം നമുക്ക് ശരീരം മാത്രമല്ല തന്നിരിക്കുന്നത്, അവന്റെ ജീവശ്വാസമായ അവന്റെ ആത്മാവിനെ നമ്മുടെ ഉള്ളിലേക്ക് പകർന്നിരിക്കുകയാണ്. ഹല്ലേലൂയ. നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ രണ്ട് ഭാഗം കാണാൻ പറ്റും, അല്ലെ? നമ്മുടെ ചിന്തയിൽ തന്നെ മനുഷ്യന്റെ ഞാൻ പറഞ്ഞു ദേഹി, മനുഷ്യന്റെ ആത്മാവ്. അപ്പോ ആ ആത്മാവ് ഒരു സൈഡ് നിൽക്കും, ദൈവത്തിന്റെ ആത്മാവ് മറുഭാഗം നിൽക്കും. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പറയാണ്, നമ്മൾ ഒരു തെറ്റ് ചെയ്യാൻ പോകാമെന്ന് വിചാരിക്കും. ഇവിടെ ഒരു 100 രൂപ കളഞ്ഞു കിട്ടി, 100 രൂപ കളഞ്ഞു കിട്ടിയെന്ന് വിചാരിക്കും. അപ്പോ ദൈവത്തിന്റെ ആത്മാവ് അകത്തെ മനുഷ്യൻ പറയും, ഇവിടെ നിന്ന് കിട്ടിയതാണ്, നീ കാണിക്ക പാത്രത്തിൽ ബക്കറ്റിൽ കൊണ്ടുവന്ന് ഇട്ടിട്ട് പോകണം. നമ്മളെ ഈ ലോകപരമായി നമ്മുടെ ശരീരത്തിലെ ആത്മാ, നമ്മളെ ദേഹി പറയും, ഇടരുത്, നീ കൊണ്ടുപോകും. നീ എന്ത് ചെയ്യണം പറയും, കൊണ്ടുപോകും. നമ്മളെ ഇതേപോലെ. അപ്പോ നമ്മളെ നമ്മളെ അകത്തെ മനുഷ്യൻ ബലപ്പെട്ടതാണെങ്കിൽ ഇവിടുന്ന് കിട്ടിയ ക്യാഷ്, ഞാൻ ഉദാഹരണം പറയണം, ഇവിടെ എന്ത് ചെയ്യും, ഇട്ടിട്ട് പോകും. മറ്റത് നമ്മളെ ഈ ജഡമാണ്, നമ്മളെ ഈ പുറമേടെ മനുഷ്യനാണ്, മനുഷ്യന്റെ ആത്മാവാണ് ബലപ്പെട്ടതെങ്കിൽ എന്ത് ചെയ്യും, പൈസ ഇവിടെ ഇടാതെ എടുത്ത് എവിടെയൊക്കെ ഒളിപ്പിച്ചു വെച്ച് എവിടെ കൊണ്ടുപോകും, വീട്ടിൽ കൊണ്ടുപോകും. അപ്പൊ ഇതേപോലെ ഏത് കാര്യമാണെങ്കിലും എപ്പോഴും നമ്മുടെ മുന്നിൽ രണ്ട് ചിന്തകൾ കടന്നു വരും, അല്ലേ? ഒരു തെറ്റ് ചെയ്യാൻ പോവുകയാണ്, ഒരു ഭാഗത്ത് പറയും വേണ്ട, മറുഭാഗത്ത് പറയും വേണമെന്ന് പറയും, നീ ചെയ്യും. ഇപ്പൊ മനസ്സിലായത് കുറച്ചുകൂടെ പിടികിട്ടി. അപ്പോൾ ഇത് നല്ലത് മാത്രം പറയുന്നതാണ് നമ്മുടെ അകത്തെ മനുഷ്യൻ. ഇപ്പൊ നിങ്ങൾക്ക് ഒരു പിടികിട്ടി. അപ്പൊ നമ്മുടെ അകത്തെ മനുഷ്യൻ എപ്പോഴും ദൈവവുമായിട്ട് ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത്. നമ്മുടെ ദൈവം ജീവശ്വാസമായി ഊതിക്കേറ്റിയ മനുഷ്യൻ എപ്പോഴും നല്ലതിന് വേണ്ടി മാത്രമേ കൂട്ടി നിൽക്കത്തുള്ളൂ. നല്ലതിന് വേണ്ടി മാത്രമേ കൂട്ടി നിൽക്കത്തുള്ളൂ. ഹല്ലേലൂയ. ലോകപരമായ മനുഷ്യൻ ലോകത്തിന് വേണ്ടിയേ നിൽക്കത്തുള്ളൂ. നമ്മുടെ ഈ ദേഹവും ദേഹിയും ഈ ലോകത്തിന് ബന്ധപ്പെട്ടാണ് പറയാം. നമ്മുടെ ദേഹവും ദേഹിയും ലോകവുമായിട്ട് ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. അത് ലോകത്തിനോട് ചേർന്നേ നിൽക്കത്തുള്ളൂ. ഹല്ലേലൂയ. പക്ഷെ അകത്തെ മനുഷ്യൻ എപ്പോഴും ബന്ധപ്പെട്ട് നിൽക്കുന്നത് ദൈവത്തോടാണ്. കാരണം ആ ഉയരത്തിലെ ദൈവത്തിന്റെ ജീവശ്വാസമാണ് നമ്മുടെ ഉള്ളിൽ ഊതി കയറ്റിയത് കൊണ്ട് ഈ അകത്തെ മനുഷ്യൻ എപ്പോഴും ദൈവവുമായിട്ട് ബന്ധപ്പെട്ട് നല്ല കാര്യങ്ങൾക്ക് മാത്രമേ കൂട്ടി നിൽക്കത്തുള്ളൂ. ഹല്ലേലൂയ. ഇത് മനസ്സിലായോ? നിങ്ങൾ യഥാർത്ഥമായി ദൈവത്തിന്റെ മക്കളാണെങ്കിൽ, അകത്തെ മനുഷ്യൻ ബലപ്പെട്ടതാണെങ്കിൽ, നിങ്ങൾ അകത്തെ മനുഷ്യനായ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത് മാത്രമേ നിങ്ങൾ കേൾക്കത്തുള്ളൂ. ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത് മാത്രമേ നിങ്ങൾ കേൾക്കത്തുള്ളൂ. പക്ഷെ ദൈവവുമായിട്ട് ബന്ധമില്ല, ലോകത്തിലാണ് നിങ്ങളുടെ ആശ്രയം കൂടുതലാണെങ്കിൽ ഈ ലോകപരമായി പറയുന്ന കാര്യങ്ങൾ മാത്രമേ നിങ്ങൾ കേൾക്കത്തുള്ളൂ. അതാണ് ഞാൻ എപ്പോഴും പറഞ്ഞത്, എല്ലാ ദിവസവും പറയുന്നത്. അയൽവാസിയോട് വഴക്ക് കൂടരുത്. നമ്മളവിടെ വഴക്ക് പിടിപ്പിക്കുന്ന ആരാണ്? ഈ നമ്മുടെ ജഡമാണ്, നമ്മുടെ ശരീരമാണ്, നമ്മുടെ ജഡം. ഈ ജഡം ലോകത്തിനോടാണ് കൂടുതൽ ബന്ധമുള്ളത്. പക്ഷേ അകത്തെ മനുഷ്യൻ പറയും വഴക്ക് കൂടണ്ട, ഒന്നും മറുപടി പറയണ്ട, ഇട്ടാതെ പോവാൻ പറയും.
ഹല്ലേലൂയ. പക്ഷെ എന്ത് ചെയ്യും? നമ്മള് എന്ത് ചെയ്യും? ഒരാൾ നല്ല പറഞ്ഞു, നീ പറഞ്ഞാൽ അതാണ് പറഞ്ഞതിലേക്ക് തിരിച്ചെത്തി 4 പറഞ്ഞിട്ടേ പോവത്തുള്ളൂ. പറ 4 പറഞ്ഞിട്ടേ, 4 പറഞ്ഞിട്ടേ, പറ 4 പറഞ്ഞിട്ടേ പോകത്തുള്ളൂ. അപ്പോ എന്താണ് കാര്യം? ദേഹിയും ദേഹവുമാണ് ബലപ്പെട്ട് നിൽക്കുന്നത്. പറ ദേഹവും ദേഹിയാണ്, ദേഹവും ദേഹിയാണ് പറ ബലപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് സ്നാനപ്പെട്ടിട്ടും ഇടക്കിടക്ക് തെറി വിളിക്കാൻ തോന്നുന്നത്. സ്നാനമെടുത്തു, അറിയാതെ വായിൽ എന്ത് വരും? തെറി വരും. ഇതുവരെ ക്ലിയർ ആയിട്ട് ഇല്ല. ക്ലിയർ ആവും. പറ ക്ലിയർ. നിങ്ങളെ ക്ലിയർ ആവും. എനിക്ക് വിശ്വാസം എല്ലാവരും ക്ലിയർ ആവും. നിങ്ങളെല്ലാം നല്ല ആൾക്കാരാണ്. പക്ഷെ നേരത്തെ ഇതൊന്ന് പറഞ്ഞു തരാൻ ആളില്ലാത്തതുകൊണ്ട് എന്ത് ചെയ്തു? എങ്ങനെ ആയിപ്പോയവരാണ്. അതൊന്നും ഒരു കുഴപ്പമില്ല. ഇപ്പോ എനിക്ക് നല്ല പപ്പയൊക്കെ കിട്ടി, അവരൊക്കെ നേരത്തെ പ്രാർത്ഥിക്കുന്നവരായി നമ്മൾ അത് കണ്ട് വളർന്നുകൊണ്ട് നമുക്ക് തെറ്റായ മാർഗത്തിൽ പോകാൻ വേണ്ടി വന്നില്ല. എന്റെ പപ്പ എന്നെ തെറി വിളിക്കത്തില്ല, അതുകൊണ്ട് എന്ത് ചെയ്യത്തില്ല? നിങ്ങളത് തെറി വിളിക്കത്തില്ല. ഇപ്പൊ ഞാൻ തെറി വിളിക്കത്തില്ല, എന്റെ മക്കൾ എന്ത് ചെയ്യത്തില്ല? തെറി വിളിക്കത്തില്ല. ഈ കൊച്ചു മക്കളൊക്കെ ഉള്ള വീട്ടിലറിയാം, അവരപ്പം തെറി വിളിക്കും. കൊച്ചിന് വല്ല അറിയാം, അതേപോലെ മോനും വിളിക്കും, അതേപോലെ കൊച്ചു മോളും വിളിക്കും. കാരണം എന്താണ്? അവർക്കറിയുന്നില്ല, അപ്പം വിളിക്കുന്ന കേട്ടാണ് മക്കള് ചെയ്യുന്നത്. എന്നിട്ട് നമ്മള് വലുതാകുമ്പോ അടി കൊടുക്കുന്ന ആർക്കാണ്? മക്കൾക്കാണ്. പക്ഷെ യഥാർത്ഥ അടി കൊടുക്കേണ്ടത് ആർക്കാണ്? അപ്പനും അമ്മയ്ക്ക് അടി കൊടുക്കേണ്ടത്. അവര് വിളിക്കുന്ന കേട്ടാണ് കൊച്ചു പിള്ളേർ എന്ത് ചെയ്ത് വിളിക്കുന്നത്. എന്നിട്ട് വഴക്കത്രയും മക്കൾക്കായിരിക്കും. മനസ്സിലായില്ല? അടി കൊടുക്കേണ്ട മക്കൾക്കല്ല, അപ്പനൊക്കെയാണ് അടി കൊടുക്കേണ്ടത്. ഇതേപോലെയാണ് ഈ ലോകപരമായി. ഇപ്പോ ഇവിടെ 2 മക്കളുണ്ട്, ഒന്ന് വിനതയാണ്, ഒന്ന് അനിശ്ചിതം. ഈ മക്കളിപ്പോ എപ്പോഴും ഇവിടെ പ്രാർത്ഥന സ്ഥിരം വരുന്നുണ്ട്. അവരിപ്പോ എപ്പോഴും എന്താ പറയുന്നത്? ഹല്ലേലൂയ അല്ലേ? എന്നിട്ട് ബാക്കിയുള്ള ആൾക്കാർ തലയൊക്കെ വെച്ച് അവരിപ്പോ കണ്ടു കാണുന്ന ഏതാണ്? പ്രാർത്ഥനയാണ്. അവര് എല്ലാ ദിവസവും പ്രാർത്ഥിക്കാൻ വരുന്നതുകൊണ്ട് അവരുടെ ഉള്ളിൽ ഓട്ടോമാറ്റിക്കലി പ്രാർത്ഥനയാണ് കയറുന്നത്. അതുകൊണ്ടാണ് ഈ മക്കൾ എപ്പോഴും ഹല്ലേലൂയ പറയുകയും കൈയടിക്കുകയും പാട്ട് പാടുകയും അപ്പന്റെ അമ്മയുടെ തലയെ കൈവച്ച് എന്ത് ചെയ്ത് പ്രാർത്ഥിക്കുന്നത്. ഹല്ലേലൂയ. ഇപ്പോൾ ഈ മക്കള് ലോകപരമായിട്ടല്ല അവർ വളരുന്നത്, അവിടെ അകത്തെ മനുഷ്യ വളർന്നുകൊണ്ടിരിക്കും. ഈ മക്കളുടെ ജീവിതത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ മക്കളുടെ അകത്തെ മനുഷ്യ വളരുക. മനസ്സിലായോ? പക്ഷെ നിങ്ങളെ അകത്തെ മനുഷ്യൻ വളർന്നിട്ടില്ല. ലോകപരമായി ബന്ധത്തിൽ കിടക്കുന്നത് കൊണ്ട് നിങ്ങൾ തെരുവിളിച്ച് വന്ന ശീലം പെട്ടെന്ന് മാറ്റിയെടുക്കാൻ എത്ര കടിച്ചു പിടിച്ചാൽ അറിയാതെ ഒന്നെത്തി ആഴ്ചയിൽ ഒരു ദിവസം ഒന്ന് വരും. കാരണം നിങ്ങൾ നമ്മുടെ ബന്ധം എവിടെയാണ്? ആരും ഇത് തന്നെ ബ്രദർ അറിഞ്ഞേ, ബ്രദറിനെല്ലാം അറിയാൻ പറ്റും. നമ്മൾ മനുഷ്യരാണ്. ഇത് ആരോ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അങ്ങനെയല്ല. ആരും പറഞ്ഞിട്ട് നമുക്കറിയാം. പ്രാർത്ഥിക്കുമ്പോൾ തന്നെ അറിയാം, നമ്മൾ വീട്ടിൽ പോകുമ്പോൾ തന്നെ കാര്യങ്ങളെല്ലാം അറിയാം. നമ്മളൊന്നും ചോദിക്കാറില്ല. നമ്മൾ എന്ത് ചെയ്യും? ദൈവത്തിന് സമർപ്പിച്ച് അവരെ പ്രാർത്ഥിക്കും. അത് നിങ്ങളുടെ കുഴപ്പം കൊണ്ടല്ല. നിങ്ങൾ വളർന്നു വന്ന സിറ്റുവേഷനിൽ ജനമാണ് എന്ത് ചെയ്തിരിക്കുന്നത്? വളർന്നു നിൽക്കുന്നത്. ലോകപരമായുള്ള പ്രശ്നങ്ങളാണ് നിങ്ങൾ കിടക്കുന്നത്. ഇപ്പോഴും പ്രാർത്ഥന കൃത്യമായിട്ട് വരാൻ തുടങ്ങിയിട്ട് 1 വർഷം 2 വർഷം 3 വർഷമൊക്കെ ആയിട്ടുള്ളൂ. പക്ഷേ നിങ്ങളിപ്പോ ഒരു 50 വയസ്സായ ഒരാൾ 3 വർഷമായിട്ട് പ്രാർത്ഥനയ്ക്ക് വരാൻ തുടങ്ങിയിട്ടുള്ളൂ. 47 വർഷം കിടന്നത് തെറി വിളിച്ചും അടികൂടിയും പ്രശ്നം ഉണ്ടാക്കി. അതിനെ ഒറ്റ അടിക്ക് വീടെടുത്ത് മാറ്റാൻ ഹല്ലേലൂയ. അത് പ്രാർത്ഥനയ്ക്ക് പങ്കെടുത്ത് ക്രമേണ അകത്തെ മനുഷ്യൻ ബലപ്പെട്ട് വരുമ്പോ എന്ത് ചെയ്യും? അതെല്ലാം ഹല്ലേലൂയ. നിങ്ങളെ മക്കളെ ജനിച്ചോടനെ 12 വയസ്സാവും. അവർ സ്റ്റെപ്പ് വെച്ച് ആദ്യം കമരാൻ തുടങ്ങി, പിന്നെ മണ്ണിലൊക്കെ പിടിച്ച് നടക്കാൻ തുടങ്ങി, പിന്നെ ഓടി നടക്കാൻ തുടങ്ങി, പിന്നെ വളരാൻ തുടങ്ങി. 1-ൽ പോയി, 2-ൽ പോയി, 3-ൽ പോയി, 10-ലായി. അങ്ങനെ അവർ വളരുന്നത് പോലെ നിങ്ങൾ ആത്മീയ കൂട്ടായ്മയിൽ പങ്കെടുക്കുമ്പോൾ ഇതേപോലെ നല്ല ഉപദേശങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ കയറി നിങ്ങൾ ലോകത്തെ വിട്ട് ദൈവത്തിലേക്ക് വരും. അത് ഈ വചനം കേട്ടാലേ കെട്ടിയെടുക്കുന്നത്. സാമ്പത്തിക വിഷയം
പറഞ്ഞ് പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോൾ സാമ്പത്തികം നിങ്ങളുടെ മേൽ വെളിപ്പെടാൻ തുടങ്ങി. ഇപ്പൊ അകത്തെ മനുഷ്യനെ കുറിച്ച് പറയാൻ തുടങ്ങുമ്പോൾ അകത്തെ മനുഷ്യനെ എന്ത് ചെയ്യാൻ തുടങ്ങും? ബലപ്പെടാൻ തുടങ്ങും. മനസ്സിലായോ? വിഗ്രഹത്തെ ആരാധിക്കരുതെന്ന് പറഞ്ഞാല് ആ വിഗ്രഹത്തിലുള്ള ആരാധന നിർത്തത്തുള്ളൂ. ഇതെല്ലാം നമ്മൾ പറഞ്ഞാലേ കെട്ടുകൾ എന്ത് ചെയ്യത്തുള്ളൂ? പൊട്ടത്തുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യാൻ പകൽക്കാലം പറയുകയാണ്, നമ്മുടെ അകത്തെ മനുഷ്യൻ വളർന്നാലേ നിങ്ങളുടെ പാപ സ്വഭാവം വിടാൻ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. ഇത് പകൽക്കാലം ഞാൻ പറയാം, നിങ്ങളുടെ അകത്തെ മനുഷ്യൻ വളരണം. അകത്തെ മനുഷ്യൻ വളരണം. നിങ്ങളെ കൊണ്ട് പറ്റും. നിങ്ങൾക്ക് ജയിക്കാൻ പറ്റും. നിങ്ങളെ കൊണ്ട് ജയിക്കാൻ പറ്റും. പ്രശ്നങ്ങളിൽ ജയിക്കാൻ പറ്റും. രോഗങ്ങളിൽ ജയിക്കാൻ പറ്റും. കടബാധകളിൽ ജയിക്കാൻ പറ്റും. നിങ്ങളെ തകർത്തുകൊണ്ടിരിക്കുന്ന സകല മേഖലകളിൽ നിങ്ങൾക്ക് ജയിക്കാൻ പറ്റും. ഹല്ലേലൂയ. നമ്മൾ പുറമേയുള്ള മനുഷ്യൻ ബലപ്പെടാൻ വേണ്ടി, ശക്തിപ്പെടാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ ചെയ്യും? രാവിലെ എണീറ്റുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് 9 മണിക്കുമ്പേ ദോശ, 10 ഇഡ്ഡലി, കുറെ മുട്ടക്കറി, അല്ലെ? രാവിലെ എത്ര ദോശ കഴിച്ചു? ഒരു ദോശ കഴിക്കും. വലിയ ശക്തി ഒരു ദോശ, ഒരു ദോശ കഴിച്ചോളൂ. ചോറ് കഴിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. രാവിലെ കൊള്ളാം. രാവിലെ ചോറ് കഴിച്ചു. ദോശ കഴിച്ചവർ എത്ര ദോശ കഴിച്ചു? ഇന്ന് എത്ര ദോശ കഴിച്ചു? 3 ദോശ കഴിച്ചു. പിടിക്ക്. ഹല്ലേലൂയ. അനീഷ് എത്ര കഴിച്ചു? ചോറ് കഴിച്ചു. പിടിക്ക്. രാവിലെ തന്നെ ചോറ് കൊണ്ടുപോയി കഴിച്ചു. വയറ് കഴിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. നമ്മൾ എന്തിനു വേണ്ടി? ഈ പുറമേയുള്ള മനുഷ്യന് ചെല്ലിട്ട് കഴിച്ചില്ലേ കുട്ടി കഴിച്ചു. ഹല്ലേലൂയ. അപ്പൊ ഞാൻ പറയാം, ക്രിസ്ത്യനുകൾ കഴിച്ചോ? കഴിച്ചു. ഹല്ലേലൂയ. കഴിക്കാത്ത ആളുകളുണ്ടോ? ഒരാൾ വെള്ളം കഴിച്ചു. ഓക്കെ, കുഴപ്പമില്ല. ഹല്ലേലൂയ. നിങ്ങൾ ഉപവാസത്തോടെ വന്നു. ഓക്കെ, വളരെ ഉപകാരം. ഹല്ലേലൂയ. ദൈവത്തിന് ഹല്ലേലൂയ. അപ്പോ നമ്മൾ ഈ പുറമേയുള്ള മനുഷ്യരെ ശക്തിപ്പെടാൻ വേണ്ടി രാവിലെ എണീറ്റോടെ കാപ്പി കുടിക്കും, അല്ലേ? എന്തായാലും 10 മണിക്കുമ്പോ നിങ്ങൾ കാപ്പി കുടിക്കും. കാപ്പിയാണ്. അടുത്ത് ഒരു മണിയൊക്കെ ആകുമ്പോൾ കഴിക്കുന്നില്ല. അടുത്ത ചോറ് ഉച്ചയ്ക്കുള്ള, അല്ലെ? 1-2 ഇടയിൽ എന്തായാലും കഴിക്കും. അടുത്ത വൈകുന്നേരം 4-5 മണിയാകുമ്പോൾ അടുത്ത വീട്ടിൽ ചായ കുടിക്കും, അല്ലെ? ചോറ് കഴിക്കുന്ന വേറെ ആൾക്കാരെ കാണും. ചോറ് കഴിക്കുമായിരുന്നു 4-5 മണിയൊക്കെ ആകുമ്പോൾ. ഇല്ല, ദിവസം കഴിക്കും. ഉച്ചയ്ക്ക് കഴിച്ചിട്ട് വൈകുന്നേരം 5 മണിക്ക് വീണ്ടും കഴിക്കും. കഴിക്കും. അടുത്ത വീണ്ടും രാത്രി എന്ത് ചെയ്യും? 8-9 മണിയാകുമ്പോൾ വീണ്ടും കഴിക്കും. ചോറ് കഴിക്കും, അല്ലെങ്കിൽ ദോശയോ ചപ്പാത്തി എന്തെങ്കിലും കഴിക്കും. അപ്പൊ ഒരു ദിവസം കുറഞ്ഞത് ഒരു 4 പ്രാവശ്യമെങ്കിലും കഴിക്കും. എന്തിനു വേണ്ടി? നമ്മുടെ ഈ പുറമേയുള്ള മനുഷ്യനെ ശക്തിപ്പെടുത്താൻ വേണ്ടി, അല്ലേ? അതിന് കഴിക്കത്തില്ല. അതിന് കണ്ടറിയാം. നല്ല വെള്ളം കഴിക്കുക. ഹല്ലേലൂയ. അപ്പൊ ഈ വണ്ണമുള്ള ആൾക്ക് സ്വാമി കുറച്ചേ കഴിക്കത്തില്ല. ഹല്ലേലൂയ, അല്ലേ? ആഹാരം കഴിച്ചോണ്ട് അവർ വണ്ണം വയ്ക്കുന്നത്. ഹല്ലേലൂയ. വെറുതെ പറയുന്നത് വിഷമിക്കുന്നു. ഹല്ലേലൂയ. അപ്പൊ ഞാൻ പറയാം, നമ്മള് നല്ലവണ്ണം ആഹാരം കഴിക്കുന്നത് എന്തിനു വേണ്ടി? പുറമേയുള്ള മനുഷ്യൻ ആദ്യം കഴിക്കത്തില്ല, കഴിക്കും. ഹല്ലേലൂയ. അപ്പൊ ഞാൻ പറയാം, പുറമേയുള്ള മനുഷ്യൻ ശക്തിപ്പെടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നത്? ആഹാരം കഴിക്കുന്നു. ഹല്ലേലൂയ. ഇതേപോലെ അകത്തൊരു മനുഷ്യനുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, അകത്തൊരു മനുഷ്യനുണ്ട്. ആ മനുഷ്യന് വളരണം. അതിന് വല്ല തിന്നാൻ കൊടുത്താലേ വളരത്തുള്ളൂ. പുറമേയുള്ള മനുഷ്യന് നമ്മൾ ആഹാരം കൊടുക്കും, അല്ലേ? ബുദ്ധിമുട്ട് വന്നാൽ പേര് പറഞ്ഞു തങ്കമണിയാണ്. ഹല്ലേലൂയ. ആദ്യമായിട്ട് വരെയാണ് സ്തുതിക്കാം. ഹല്ലേലൂയ. തങ്കമണി ആദ്യമായിട്ട് വരെയാണ്. ഹല്ലേലൂയ. അപ്പോ ഞാൻ പറയാം, നമ്മൾ പുറമേയുള്ള മനുഷ്യര് ഇതിന്റെ പറഞ്ഞ ബൂസ്റ്റ്, ഹോർലിക്സ്, സ്നാക്സ്, അല്ലെ? അത് ഇത് മാമ്പഴം, പപ്പങ്ങ, അല്ലെ? ആപ്പിള്, ഓറഞ്ച്, അത് ഇതൊക്കെ നമ്മൾ ഇഷ്ടംപോലെ കഴിച്ച് പുറമേയുള്ള മനുഷ്യനെ ശക്തിപ്പെടുത്തുക. നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാം അകത്തൊരു മനുഷ്യരുണ്ട്, അവന് തിന്നാൻ കൊടുക്കണമെന്ന്? ഹല്ലേലൂയ. ഈ പുറമേയുള്ള മനുഷ്യൻ തന്റെ ഇടത്തിൽ ഇരിക്കാൻ വേണ്ടി എല്ലാം ചെയ്യും. ഇതേപോലെ നിങ്ങൾ തിരിച്ചറിയണം, എന്റെ അകത്തൊരു മനുഷ്യനുണ്ട്. ആ മനുഷ്യന് നല്ല തിന്നാൻ കൊടുത്താൽ അവന് എഴുന്നേറ്റ് നടക്കാൻ പറ്റത്തില്ല. ഒരു ദിവസം കഴിച്ചില്ലെങ്കിൽ എഴുന്നേറ്റ് നടക്കാൻ പറ്റുന്ന നിങ്ങൾക്കുണ്ട്. പറ്റുമോ? ഇല്ല. അനീഷയ്ക്ക് പറ്റുമോ? ഒരു ദിവസം അനീഷിന് പറ്റും. എഴുന്നേറ്റാണ് കൊള്ളാമെന്ന് പിടിച്ചു. പക്ഷെ ഏകദേശം ആൾക്കാർക്ക് എഴുന്നേറ്റ് നടന്നാൽ ഒരു കറക്കം ഉണ്ടാവും, അല്ലേ? ഒരു നേരം കഴിച്ചില്ലെങ്കിൽ തന്നെ
ഒരു കറക്കം ഉണ്ടാവും. ഹല്ലേലൂയ. അപ്പൊ ഞാൻ അപ്പൊ അടുത്തിരിപ്പോ ഇവിടെ 3 ദിവസം കൂടെ ഈ മാസം ലാസ്റ്റ് ഉപവാസ പ്രാർത്ഥന. അപ്പൊ കഴിക്കാതെ ഈ കറക്കം ഇല്ലാത്തവർ 3 ദിവസം ഉപവസിക്കണം. ഹല്ലേലൂയ. അപ്പൊ നമുക്ക് നോക്കാം ആരൊക്കെ കഴിക്കാതെ വളരുന്നത്. ഹല്ലേലൂയ. ഈ മാസം അവസാനത്തെ വേഴം വെള്ളി ശനി ഈ മാസം ഉപവാസ പ്രാർത്ഥന ഉണ്ടായിരിക്കും. 4 ദിവസമായിരിക്കും. അപ്പൊ ഞാൻ പറയാം, അപ്പോ ഈ മാസം നിങ്ങൾ കഴിക്കാതെ വരണം. അപ്പൊ കഴിച്ചാൽ കറക്കം വരാത്തവർ എന്ത് ചെയ്യണം? 3 ദിവസവും 4 ദിവസവും നിങ്ങൾ കഴിക്കാതെ വന്നിരുന്ന് ഉപവസിക്കണം. ഹല്ലേലൂയ. അപ്പോ നമ്മൾ ഈ അകത്തെ മനുഷ്യൻ നല്ലവണ്ണം നടക്കുന്നത് നമ്മൾ നിറച്ച് ഭക്ഷണം കഴിക്കുന്നത് കൊണ്ടാണ്. ഹല്ലേലൂയ. അതേപോലെ അകത്തെ മനുഷ്യന് എന്തെങ്കിലും തിന്നാൻ കൊടുത്താല് അവ എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുന്നുള്ളൂ. ഈ പുറമേയുള്ള മനുഷ്യൻ എഴുന്നേറ്റ് നടക്കുന്ന പോലെ അകത്തെ മനുഷ്യൻ എഴുന്നേറ്റ് നടക്കണമെങ്കിൽ നിൽക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ വല്ല കഴിക്കാൻ കൊടുക്കണം. അകത്തെ മനുഷ്യന്റെ ആഹാരം എന്താണ്? അനീഷ് പ്രസംഗിക്കുക. ഞാൻ പറയുന്ന തെറ്റുമല്ലോ ഉണ്ടോ? ആര് പ്രസംഗിക്കും? അപ്പൊ ഞാൻ പറഞ്ഞ കേട്ടിരിക്കും. വലിയ കാര്യം പറഞ്ഞോണ്ടിരിക്കണം. ഓണത്തിനാണെങ്കിൽ കുട്ടി വെച്ചാൽ പാടില്ല. അപ്പൊ ഞാൻ പറഞ്ഞ കേട്ടു. അപ്പോ നമ്മുടെ അകത്തെ മനുഷ്യര് എന്തോ ആകാരം നമ്മൾ കൊടുക്കും. അകത്തെ മനുഷ്യര് ഒന്നാമത് വചനം പഠിക്കണം. അടുത്ത് പരിശുദ്ധാത്മാവ് എന്ന് പറയണം. അടുത്ത് പ്രാർത്ഥിക്കണം. അടുത്ത് തീ അഭിഷേകം. നമ്മുടെ അകത്തെ മനുഷ്യൻ വരപ്പെടുന്ന കൈയെടുക്കുക. അപ്പോസ്തല പ്രവൃത്തി എടുക്കുക. 2-ാം അധ്യായം 1-ാം അധ്യായം അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായം അതിന്റെ 37-ാമത്തെ വചനം. അപ്പോസ്തല പ്രവൃത്തി 2-ന്റെ 37-ാമത്തെ ഇത് കേട്ടിട്ട് അവരുടെ ഹൃദയത്തിൽ കുത്തുകൊണ്ടു പത്രോസിനോട് ശേഷ അപ്പോസ്തലന്മാരോടും സഹോദരന്മാരായ പുരുഷന്മാരെ ഞങ്ങൾ എന്ത് ചെയ്യേണ്ടു എന്ന് ചോദിച്ചു. പത്രോസ് അവരോട് നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തർ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം ഏൽപ്പിൻ. എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം അത് 41-ാം വചനം വായിക്കും. 41. അവന്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു. അന്ന് 3000-ഓളം പേർ അവരോട് ചേർന്നു. അവിടെ അപ്പോസ്തലരുടെ ഉപദേശം കേട്ട് കൂട്ടായ്മ ആചരിച്ച് അപ്പം നുറുക്കി പ്രാർത്ഥന കഴിച്ചു പോന്നു. ഹല്ലേലൂയ. അപ്പോൾ അകത്തെ മനുഷ്യൻ ബലപ്പെടണമെങ്കിൽ ഒന്നാമത്തെ കാര്യം മാനസാന്തരപ്പെടണം. ആദ്യം വായിച്ചവരെ ഈ പത്രോസ് വചനം പറഞ്ഞ ഹൃദയത്തിൽ കുത്തുകൊള്ളുന്നത്. ഞാൻ പറയുന്നത് ഹൃദയത്തിൽ കുത്തുകൊള്ളണമെങ്കിൽ എന്റെ കുഴപ്പമല്ല, നിങ്ങളുടെ കുഴപ്പമാണ്. ചിലർ അയ്യോ ബ്രദർ എന്നെ വച്ച് തന്നെ പറയുന്നു അല്ലേ? ഞാൻ വചനം പറയുമ്പോൾ പറയും ഈ ബ്രദർ എന്നെ തന്നെ. ചിലപ്പോൾ ചിന്തിക്കാറില്ല, ഇത് ബ്രദർ എന്നെ തന്നെ പറയുന്നത്. ആരോ എന്റെ കാര്യം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ബ്രദർ അങ്ങനെ ആരും പറഞ്ഞ് കേട്ട് പറയുന്നല്ല. ദൈവം തരുന്ന പറയുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ കുത്തുകൊണ്ടാൽ നിങ്ങളാണ് കുറ്റക്കാര്, ഞാനല്ല. കേട്ടോ? അങ്ങനെ വരുന്ന പത്രോസ് പ്രസംഗിച്ച് അവരുടെ ഹൃദയത്തിൽ എന്തുകൊണ്ടു കുത്തുകൊണ്ട് അവർ ചെയ്ത തെറ്റുകളെ വിളിച്ചു പറഞ്ഞപ്പോൾ അവരുടെ ഹൃദയത്തിൽ കുത്തുകൊണ്ട് അവർ തിരിച്ച് പത്രോസിനോട് ചോദിക്കുന്നത്, അല്ലയോ സഹോദരന്മാരെ, ഞങ്ങൾ തെറ്റ് ചെയ്തു പോയി, രക്ഷപ്പെടാൻ എന്തു ചെയ്യണം? ഈ ഒരു മനോഭാവം നമുക്കുണ്ടായിരിക്കണം. ബ്രദർ ഉള്ളിൽ ഒരു കാര്യം പറഞ്ഞ ഹൃദയത്തിൽ കുത്തുകൊണ്ട അടുത്ത് ചോദിക്കേണ്ട കാര്യം, ബ്രദറെ ഞാൻ തെറ്റ് ചെയ്തു പോയി, അതിന് രക്ഷപ്പെടാൻ എന്ത് ചെയ്യണം? അല്ലാതെ ബ്രദറിന്റെ ഒരു മുഖം വീർത്തിരുന്നിട്ട് ഒരു കാര്യമില്ല. പറയണ വചനം പറയുമ്പോൾ എന്ത് ചെയ്യും? കുത്തുകൊള്ളും. അപ്പൊ അയ്യോ ബ്രദറിനോട് പിണങ്ങിയത് കൊണ്ടോ മുഖം വീർപ്പിച്ചിരുന്നത് കൊണ്ടോ ഒരു കുഴപ്പമില്ല. നിങ്ങൾക്ക് തന്നെ അനുഗ്രഹം എന്ത് ചെയ്യും? നഷ്ടപ്പെടും. പക്ഷേ
അനുഗ്രഹിക്കപ്പെടണം. അതെന്ന് പറഞ്ഞാൽ അയ്യോ ബ്രദറെ ഇന്ന് തെറ്റ് സംഭവിച്ചു, ഞാൻ ഇനി എന്ത് ചെയ്യണം? ഇവര് ചോദിക്കുന്ന പോലെ നമ്മൾ ചോദിക്കണം, അയ്യോ ഇത് തെറ്റ് സംഭവിച്ചു എന്ത് ചെയ്യണം? അപ്പൊ പത്രോസ് പറയുകയാണ്, നിങ്ങൾ എന്ത് ചെയ്യണം? ഒന്നാമത് മാനസാന്തരപ്പെടണം. പറ, ഒന്നാമത് മാനസാന്തരപ്പെടണം. രണ്ടാമത് സ്നാനപ്പെടണം. പറ, രണ്ടാമത് സ്നാനപ്പെടണം. മൂന്നാമത് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിക്കണം. അത് നാലാമത് അപ്പോസ്തലന്മാരുടെ ഉപദേശം കൈക്കൊള്ളണം. അടുത്ത് പറയുന്നു കൂട്ടായ്മ ആചരിക്കണം. അടുത്ത് പറയുന്നു അപ്പം മുറിക്കണം. അടുത്ത് പറയുന്നു പ്രാർത്ഥന കഴിക്കണം. ഹല്ലേലൂയ. അകത്തെ മനുഷ്യൻ ശക്തിപ്പെടുന്നു. 7 കാര്യങ്ങൾ. ഇതാണ് അടിസ്ഥാന ഉപദേശം, ക്രിസ്തീയ ജീവിതത്തിലെ അടിസ്ഥാന ഉപദേശം. പൗലോസ് അപ്പോസ്തലൻ സഭകൾക്ക് ലേഖനങ്ങൾ പറയുന്നു, നിങ്ങൾ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിച്ചു വളരണം. ഹല്ലേലൂയ. വചനമെന്ന മായമില്ലാത്ത പാൽ കുടിച്ചു വളരണം. ഈ വചനം വായിച്ചാൽ നിങ്ങളുടെ പ്രശ്നത്തിലെ സകല മറുപടി ഇതിന്റെ എഴുതി വച്ചിട്ടുണ്ട്. ബൈബിൾ വായിക്കാത്തത് കൊണ്ടാണ് നിങ്ങളുടെ പ്രശ്നത്തിന് മറുപടി കിട്ടാത്തത്. നിങ്ങളുടെ സകല വിഷയത്തിലും ബൈബിൾ ഉണ്ടാക്കുന്ന മറുപടിയുണ്ട്. ചില വിശുദ്ധന്മാർ പറയാം, അയ്യോ ബ്രദറെ എനിക്ക് പ്രശ്നം ഉണ്ടായിരുന്നു, ബൈബിൾ തുറന്ന് വായിച്ചപ്പോൾ തന്നെ അതിന്റെ മറുപടി ബൈബിളിലുണ്ടായിരുന്നു. നമ്മുടെ സകല പ്രശ്നത്തിലുള്ള മറുപടി, അതിന്റെ ആശ്വാസവും അതിന്റെ ഉത്തരവെല്ലാം എവിടെയുണ്ട്? ബൈബിളിൽ തന്നെ ഉണ്ട്. നിങ്ങളുടെ സകല പ്രശ്നത്തിലുള്ള മറുപടി അതിന്റെ ഉത്തരവെല്ലാം എവിടെയുണ്ട്? ബൈബിളിൽ തന്നെ ഉണ്ട്. അപ്പോൾ അകത്തെ മനുഷ്യനെ ശക്തിപ്പെടണമെങ്കിൽ എന്ത് ചെയ്യണം? ഒന്നാമത് മാനസാന്തരപ്പെടണം. അടുത്ത് ഉറക്കെ പറ, സ്നാനപ്പെടണം. ജ്ഞാനസ്നാനം. തളിപ്പിലല്ല മുങ്ങി സ്നാനമാണ് പറഞ്ഞ സ്നാനപ്പെടണം. എന്താണ് സ്നാനപ്പെടണം? അടുത്ത് പരിശുദ്ധാത്മാവിനെ നിറയണം. 3 പരിശുദ്ധാത്മാവിനെ നിറയണം. അടുത്ത് അപ്പോസ്തലന്മാരുടെ ഉപദേശം കേൾക്കണം. അടുത്ത് കൂട്ടായ്മ ആചരിക്കണം. എന്ന് പറഞ്ഞാൽ ഇതുപോലെ ആരാധനയിൽ നിങ്ങൾ എന്ത് ചെയ്യണം? പങ്കെടുക്കണം, ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കണം. അടുത്ത് അപ്പം തുറക്കണം. അടുത്ത് പ്രാർത്ഥന കഴിക്കണം. എവിടെയായിരുന്നു? ഹല്ലേലൂയ. പ്രാർത്ഥന കഴിക്കണം. ഹല്ലേലൂയ. ഒന്നാമത് പറയും മാനസാന്തരപ്പെടണം. ഉറക്കെ പറ, എല്ലാവരും പറ. അടുത്ത ആളുടെ മുഖത്തേക്ക് പറഞ്ഞു മാനസാന്തരപ്പെടണം. മുഖത്തേക്ക് പറയാം. അടുത്ത് പറ സ്നാനപ്പെടണം. അടുത്ത് പറ, വീട്ടിൽ പറ സ്നാനപ്പെടണം. മുഖത്തേക്ക് പറയണം സ്നാനപ്പെടണം. അടുത്ത് പറ പരിശുദ്ധാത്മാവിനെ നിറയണം. നിങ്ങൾ മുഖത്തേക്ക് പറ, ആരുമില്ല. നിങ്ങൾ ഇതിന്റെ അപ്പുറത്ത് വരും, പറഞ്ഞിട്ട് വരും. അടുത്ത് പറ അപ്പോസ്തലന്മാരുടെ ഉപദേശം കൈക്കൊള്ളണം. അടുത്ത് കൂട്ടായ്മ ബന്ധം ആചരിക്കണം. അടുത്ത് അപ്പം തുറക്കണം, പ്രാർത്ഥന കഴിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് 7 കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് അകത്തെ മനുഷ്യൻ എന്ത് ചെയ്യുന്നത്? ബലപ്പെടണം. പറ, ബലപ്പെടുന്നത്. അകത്തെ മനുഷ്യൻ ബലപ്പെടണോ? നമ്മൾ എന്ത് ചെയ്യണം? ഒന്നാമത് മാനസാന്തരപ്പെടണം. അതുകൊണ്ടാണ് ഞാൻ ഡെയിലി പറയുന്നത് വഴക്കുകൂടും. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നമാണ് വഴക്കുകൂടും. എവിടെ തിരിഞ്ഞാലും വഴക്കുകൂടും, എവിടെ തിരിഞ്ഞാലും വഴക്കുകൂടും. ഈ പൊഴിയൂരിന്റെ പ്രത്യേകതയാണ്. എവിടെ തിരിഞ്ഞാലും പറ, എവിടെ തിരിഞ്ഞാലും റോഡിൽ പോയാൽ കാണാം വഴക്ക്. അപ്പുറത്തെ ജംഗ്ഷനിൽ പോയാൽ കാണാം, ഇപ്പുറത്തെ ജംഗ്ഷനിൽ പോയാൽ കൂടുതലും ആ പള്ളി പരിസരത്താണ് മിക്ക ദിവസവും വഴക്കിടക്കുന്നത്. പള്ളിയില് ആ റോഡ് പാലം കഴിഞ്ഞ് അങ്ങോട്ട് അപ്പുറത്ത് മേടെ ഇരിക്കുന്ന ഇത്രയും ഇടയിൽ ഡെയിലി വഴക്കാണ്. പള്ളി ഞാൻ അതിശയത്തിൽ പോകാറുണ്ട്. കർത്താവ് ഈ പള്ളിയുടെ ഫ്രണ്ടിക്കോട് ഇവർ ഡെയിലി അഴിക്കുന്നത് കള്ളുകൊണ്ട് ഡെയിലി അതിലെ പോയ ഓരോ ദിവസം ഒരു വഴക്ക് നടക്കുന്ന ഒരു ദിവസം. അതുകൊണ്ടാണ് ഞാൻ വഴക്കിനെ കുറിച്ച് ആ ബന്ധന പ്രഖ്യാപന ഡെയിലി വഴക്കിനെ കുറിച്ച് പറയുന്നത്. നമ്മൾ പറഞ്ഞാലേ പൊട്ടുള്ളൂ. വഴക്കുകൾ പറഞ്ഞാലേ പൊട്ടുന്നുള്ളൂ. പറ, വഴക്കുകൾ പറഞ്ഞാലേ നമ്മൾ ഇതിനെ കുറിച്ച് പറഞ്ഞാലേ ആ കാര്യം പൊട്ടി മാറത്തുള്ളൂ. കടഭാരത്തെ കുറിച്ച് മാറുമെന്ന് പറഞ്ഞാലേ മാറത്തുള്ളൂ. പ്രശ്നങ്ങൾ മാറുമെന്ന് പറഞ്ഞാലേ മാറത്തുള്ളൂ. ആ ഒരു വെളിപ്പാടുകളിൽ കേരളം ഇന്ന് പകൽക്കാലം ഈ അകത്തെ മനുഷ്യൻ ബലപ്പെട്ടാലേ നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം വരത്തുള്ളൂ. നിങ്ങൾ വർഷങ്ങളായി പള്ളി പോകുന്നു, പള്ളി അച്ഛൻ പറഞ്ഞിട്ടുണ്ട് അകത്തെ മനുഷ്യനെ കുറിച്ച്.
അത് പറഞ്ഞു കേട്ടില്ല. എത്ര വയസ്സായി? 47. ഇതുവരെയും കേട്ടില്ല. ആന്റി കേട്ടില്ല. ആത്മ വേറെ, അകത്തെ മനുഷ്യൻ വേറെ. അത് പരിശുദ്ധാത്മ. പരിശുദ്ധാത്മ വേറെ, അകത്തെ മനുഷ്യൻ വേറെ. അപ്പോ ഇതിന് കേട്ടില്ല. കേൾക്കാത്ത ആൾക്കാർ തെളിവാക്കിയിട്ടുണ്ട്. അപ്പൊ ഞാൻ പറയാം, ഈ അകത്തെ മനുഷ്യനെ കുറിച്ച് കേൾക്കാതിരുന്ന എങ്ങനെ ശക്തിപ്പെടും? ഈ അകത്തെ മനുഷ്യനെ കുറിച്ച് പറഞ്ഞാലേ അകത്തെ മനുഷ്യൻ ശക്തിപ്പെടാൻ പറ്റത്തുള്ളൂ. അകത്തെ മനുഷ്യൻ ശക്തിപ്പെട്ടാലേ നിങ്ങൾക്ക് തെറി വിളിക്കാതിരിക്കാൻ പറ്റത്തുള്ളൂ. അകത്തെ മനുഷ്യൻ ശക്തിപ്പെട്ടാലേ പാപം ചെയ്യാതിരിക്കാൻ പറ്റത്തുള്ളൂ. അകത്തെ മനുഷ്യൻ ശക്തിപ്പെട്ടാലേ വഴക്കൂടാതിരിക്കാൻ പറ്റത്തുള്ളൂ. അകത്തെ മനുഷ്യൻ ശക്തിപ്പെട്ടാലേ പ്രാർത്ഥിക്കാൻ പറ്റത്തുള്ളൂ. അകത്തെ മനുഷ്യൻ ശക്തിപ്പെട്ടാലേ ബൈബിൾ വായിക്കാൻ പറ്റത്തുള്ളൂ. അകത്തെ മനുഷ്യൻ ശക്തിപ്പെട്ടാലേ സീരിയൽ കാണാതിരിക്കത്തുള്ളൂ. അകത്തെ മനുഷ്യൻ ശക്തിപ്പെട്ടാലേ സിനിമ കാണാതിരിക്കത്തുള്ളൂ. അകത്തെ മനുഷ്യൻ ശക്തിപ്പെട്ടാലേ കുറ്റം പറയാതിരിക്കത്തുള്ളൂ. അകത്തെ മനുഷ്യൻ ശക്തിപ്പെട്ടാലേ ലോകത്തിന്റെ പിന്നാലെ പോകാതിരിക്കത്തുള്ളൂ. മനസ്സിലായോ? അകത്തെ മനുഷ്യൻ ശക്തിപ്പെടാത്തതാണ് നമ്മളെ ജീവിതത്തിൽ വരുന്ന സകല പ്രശ്നങ്ങൾക്ക് കാരണം. അകത്തെ മനുഷ്യൻ ശക്തിപ്പെട്ടാലേ നിങ്ങൾക്ക് ജയിക്കാൻ പറ്റത്തുള്ളൂ. ഞാൻ നിങ്ങളോട് പറഞ്ഞു, അരീഷ തെറി വിളിക്കല്. അരീഷ കേൾക്കത്തില്ല. പക്ഷെ ഞാൻ പറയണം, ഇത് അകത്തെ മനുഷ്യൻ നീ ശക്തിപ്പെടണം, അത് ബലപ്പെടണം. നീ ഒന്നാമത് എന്ത് ചെയ്യണം? മാനസാന്തരപ്പെടണം, അത് സ്നാനപ്പെടണം, ആ അഭിഷേകത്തിൽ നീ നിറയണം. ഈ അപ്പോസ്തലരുടെ കൂട്ടായ്മ ഉപദേശം കേൾക്കണം. ഇതൊരു കൂട്ടായ്മ നീ വാങ്ങണം, അപ്പം നുറുക്കണം, പിന്നെ പ്രാർത്ഥിക്കണം. ഈ കാര്യങ്ങൾ ചെയ്താലേ അവൻ തെരുവിളി മാറത്തുള്ളൂ. ഫോൺ കൊണ്ടുപോകണം. അകത്തെ മനുഷ്യൻ ശക്തിപ്പെട്ടില്ല, അതാണ് ഓടുന്നത്. അകത്തെ മനുഷ്യൻ ശക്തിപ്പെട്ടാലേ ഫോൺ സാന്നിധ്യം ഇടത്തുള്ളൂ. അത് അവളെ കുറ്റമല്ല, നിങ്ങൾ ആരുടെയും കുറ്റമല്ല. എനിക്കറിയാം, അവർക്ക് കാര്യം വഴക്ക് പറയത്തില്ല. ഈ മക്കളുടെ നീളം വെക്കുക, അവരെ കുഴപ്പമില്ല, അവർക്ക് അറിയത്തില്ല. വഴക്കൊരു നല്ല കാര്യമുണ്ട്, പിടിച്ചെത്തിയിരിക്കും, മക്കൾ ഓടിക്കൊണ്ടിരിക്കും. ഇപ്പൊ ഇവിടെ ഇടയ്ക്ക് ഫോൺ നിങ്ങൾ എടുക്കും, നിങ്ങൾക്ക് അറിയത്തില്ല. അകത്തെ മനുഷ്യൻ ശക്തിപ്പെട്ടില്ല. അകത്തെ മനുഷ്യൻ ശക്തിപ്പെട്ട അറിയാം, ഞാൻ പ്രാർത്ഥനയ്ക്കാണ് വന്നത്, ഫോൺ സാന്നിധ്യം ഇടണം, അല്ലെങ്കിൽ സ്വിച്ച് ഓഫ് വയ്ക്കണം. പ്രാർത്ഥന കഴിഞ്ഞിട്ട് ഫോൺ എടുത്തോണ്ട് ചാടാൻ പാടുള്ളൂ. ഞാൻ ദൈവത്തെയാണ് ആരാധിക്കാൻ വന്നത് ബോധ്യം വരണമെങ്കിൽ അകത്തെ മനുഷ്യൻ ഈ സിമ്പിൾ കാര്യം പോലും നമുക്കറിയത്തില്ല. പ്രാർത്ഥനയ്ക്കാണ് വന്നത് എന്ന് പോലും പലപ്പോഴും മനസ്സിലാവുന്നില്ല. ഞാൻ പ്രാർത്ഥനയ്ക്കാണ് വന്നത്. ഇവിടെ വീട്ടിൽ നിന്ന് വരുമ്പോൾ പറയും, ഞാൻ പ്രാർത്ഥനയ്ക്ക് പോകുന്നത് വീട്ടിൽ നിന്ന് വരുന്നത്. പക്ഷെ ഇവിടെ വന്നിരിക്കുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കാതെ ഇരിക്കുന്നത് എന്നൊരു ബോധ്യം പോലും കാണത്തില്ല. അവിടെ നോക്കി, ഇവിടെ നോക്കി, അല്ലേ? കോള് വന്ന ഉടനെ അയ്യോ ഞാൻ ഇവിടെ ഉണ്ട്. ബ്രദർ ഭയങ്കര പ്രാർത്ഥനയായിരിക്കും. അപ്പോ തന്നെ പറയും, ഞാൻ ഇവിടെ ഉണ്ട്, ഞാൻ പ്രാർത്ഥനയ്ക്കാണ് ഇരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യും? ഫോണിൽ സംസാരിച്ച ഇവിടെ പ്രാർത്ഥനയാണ് നടക്കുന്നത്, പുറത്തുകൊണ്ട് സംസാരിക്കാൻ പോലും ചിന്തിക്കുന്നില്ല. കാരണം കുറ്റം പറഞ്ഞ കാര്യമുണ്ടോ? കാരണം അകത്തെ മനുഷ്യൻ ഉറങ്ങിക്കിടക്കുകയാണ്. അവർ തിന്നാൻ കൊടുക്കാതെ തൊട്ടാ വഴിയെ പോലെ കിടക്കുകയാണ്. വല്ല തിന്നാൻ കൊടുത്താല് ആദ്യം ബലപ്പെട്ട വേറെ ഒന്നിന്റെ വേക്കിന് പോകില്ല. പ്രാർത്ഥിക്കുന്ന സമയം കൃത്യമായിട്ട് പ്രാർത്ഥിക്കും. പ്രാർത്ഥിക്കേണ്ട സമയത്ത് കൃത്യമായിട്ട് പ്രാർത്ഥിക്കും. ബൈബിൾ വായിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് ബൈബിൾ വായിക്കും. കൂട്ടായ്മയ്ക്ക് വരേണ്ട സമയത്ത് കൃത്യമായി കൂട്ടായ്മയ്ക്ക് വരും. ഇതിന്റെ അകത്ത് ഓരോ പ്രശ്നങ്ങളോ ഓരോ ബുദ്ധിമുട്ടോ കാണുന്നില്ല. പ്രാർത്ഥനയ്ക്ക് വന്നാൽ ചിലപ്പോൾ പുറത്തിറങ്ങിയ തമ്മിൽ സംസാരം വരാറുണ്ട്. കാരണം പ്രശ്നം എന്താണ്? അകത്തെ മനുഷ്യൻ ബലപ്പെട്ടില്ല. ആരെങ്കിലും കശപിശ പറഞ്ഞ് നമുക്ക് പറയാൻ പറ്റുമോ? അവരുടെ അടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഒന്നേ ഉള്ളൂ, അകത്തെ മനുഷ്യൻ ഒരു കാലം ചിലപ്പോൾ നമ്മൾ കാര്യം സീറ്റ് കാണത്തില്ല, ഒരാൾ സീറ്റ് കിട്ടിയില്ല. അവരോട് അയ്യോ ബ്രദറെ, ബാക്കിയുള്ളവരെല്ലാം നേരത്തെ കയറി, എനിക്ക് ഞാൻ വന്നപ്പോ സീറ്റ് ഫുള്ളായി. അവർക്ക് കുറ്റം പറയും. കാരണം എന്താണ്? അകത്തെ മനുഷ്യൻ ശക്തിപ്പെട്ടില്ല. അകത്തെ മനുഷ്യൻ ശക്തിപ്പെട്ട കുഴപ്പമില്ല, സീറ്റ് ഫുള്ളായി. ബ്രദർ അവരെ കൊണ്ടിട്ട് വരും, ഞാൻ അവിടെ നിൽക്കാൻ അടുത്ത് തന്നെ കൊണ്ടുവിടും. എന്നിട്ട് എന്ത് ചെയ്യും? ഒരു പരാതി പറയാനും ഇല്ലാതെ
അവിടെ ഇരിക്കും. അകത്തെ മനുഷ്യൻ ശക്തിപ്പെടാത്തോണ്ട് അയ്യോ എന്നെ കൊണ്ടുപോയില്ല ബ്രദറെ ബ്രദറെ എന്ന് പറഞ്ഞേക്കുട്ടി പരാതി മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു. നിങ്ങൾ മനസ്സിലാക്കും. കാരണം നമ്മുടെ അകത്തെ മനുഷ്യൻ ശക്തിപ്പെട്ടാൽ ഒന്നിനും ഒരു കുറ്റം പറയത്തില്ല, ഒരു പരാതി പറയത്തില്ല. അവിടെ എന്ത് വെളിപ്പെടും? അടുത്ത് പറയുന്ന സ്നേഹം വെളിപ്പെടും. അകത്തെ മനുഷ്യൻ ശക്തിപ്പെട്ടാൽ ആദ്യം സംഭവിക്കുന്ന കാര്യം അവിടെ സ്നേഹം വെളിപ്പെടും. താഴ്ന്നു വായിക്കും. എഫേസ്യർ 3-ാം അതിന്റെ 17 ഹൃദയങ്ങളെ വസിക്കേണ്ടതിന് വരം നൽകണമെന്ന് സ്നേഹത്തിൽ വേരൂന്നി പറഞ്ഞ സ്നേഹത്തിൽ വേരൂന്നി അടുത്ത അടിസ്ഥാനപ്പെട്ടവരായി വീതി നീളവും ഉയരവും ആഴവും എന്തെന്ന് സകല വിശുദ്ധന്മാരുടെ കൂടെ ഗ്രഹിപ്പാനും പരിജ്ഞാനത്തെ കവിത ക്രിസ്തുവിന്റെ സ്നേഹത്തെ അറിവാനും പ്രാപ്തരാകുകയും ദൈവത്തിന്റെ എല്ലാ നിലവിലോളം നിറഞ്ഞു വരികയും വേണം. ഹല്ലേലൂയ. പൗലോസിന്റെ പ്രാർത്ഥന ഈ അകത്തെ മനുഷ്യന് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. മനസ്സിലായോ? അപ്പൊ അകത്തെ മനുഷ്യൻ ശക്തിപ്പെടണമെങ്കിൽ ശക്തിപ്പെട്ട എങ്ങനെ ശക്തിപ്പെടും? മാനസാന്തരപ്പെടണം, സ്നാനപ്പെടണം, അഭിഷേകത്താൽ നിറയണം, അപ്പോസ്തലരുടെ ഉപദേശം കൈക്കൊള്ളണം, അപ്പം തുറക്കണം, കൂട്ടായ്മ ആചരിക്കണം, പ്രാർത്ഥിക്കണം. നിങ്ങൾ ഇതില് ഈ എല്ലാ ദിവസവും കിട്ടത്തില്ല. ബാക്കിയുള്ള വീട്ടിൽ നിൽക്കുന്ന ദിവസം എല്ലാ ദിവസവും ബൈബിൾ വായിക്കാൻ പ്രാർത്ഥിക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റും. നിങ്ങൾ ചെയ്യുന്നത് എല്ലാ ദിവസവും കുറഞ്ഞ് നിങ്ങൾ പുറത്തെ മനുഷ്യരെ ശക്തിപ്പെടുത്താൻ വേണ്ടി ഒരു ദിവസം എത്ര നേരം കഴിയും? 4 നേരം കഴിയും. എത്ര നേരം കഴിയും? 4 നേരം കഴിയും. ഇതേപോലെ അകത്തെ മനുഷ്യരെ ശക്തിപ്പെടുത്താൻ വേണ്ടി ഒരു 3 നേരമെങ്കിലും നിങ്ങൾ ബൈബിൾ വായിക്കണം. 3 നേരമെങ്കിലും എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. പുറമേയുള്ള മനുഷ്യന് വേണ്ടി 4 നേരം നിങ്ങൾ കഴിക്കുമ്പോൾ അകമേയുള്ള മനുഷ്യന് വേണ്ടി നിങ്ങൾ 3 നേരമെങ്കിലും എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. രാവിലെ, ഉച്ചയ്ക്കോ, വൈകുന്നേരം നിങ്ങൾക്ക് 4 നേരം കൂടുതൽ സമയം പ്രാർത്ഥിക്കാൻ പറ്റുമെങ്കിൽ കൂടുതൽ സമയം ഇരുന്ന് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. അങ്ങനെ പ്രാർത്ഥിച്ചാലേ അകത്തെ മനുഷ്യൻ ശക്തിപ്പെടത്തുള്ളൂ. ഹല്ലേലൂയ. അകത്തെ മനുഷ്യൻ ശക്തിപ്പെട്ടാനുള്ള തെളിവ് നിങ്ങളുടെ ഉള്ളിൽ സ്നേഹം വെളിപ്പെടും. ഉള്ളിൽ സ്നേഹം വെളിപ്പെടും. ഹല്ലേലൂയ. അത് ആഴത്തിലോട്ട് ഇറങ്ങും. നീളവും വീതിയും ഉയരത്തിലേക്ക് നിങ്ങൾ വളരാൻ തുടങ്ങും. ഹല്ലേലൂയ. അകത്തെ മനുഷ്യൻ ശക്തിപ്പെട്ടാലേ മറ്റുള്ളവരെ സ്നേഹിക്കാൻ പറ്റത്തുള്ളൂ. അകത്തെ മനുഷ്യൻ ശക്തിപ്പെട്ടാലേ ശത്രുവിനെ സ്നേഹിക്കാൻ പറ്റത്തുള്ളൂ. അകത്തെ മനുഷ്യൻ ബലപ്പെട്ടാലേ കൂട്ടുകാരനെ നിന്നെ പോലെ സ്നേഹിക്കാൻ പറ്റത്തുള്ളൂ. അകത്തെ മനുഷ്യൻ ബലപ്പെട്ടാലേ അയൽവാസിയെ സ്നേഹിക്കാൻ പറ്റത്തുള്ളൂ. അകത്തെ മനുഷ്യൻ ശക്തിപ്പെട്ടാലേ നിന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടത്തുള്ളൂ. മനസ്സിലാവുന്നത് കേട്ടു. ഹല്ലേലൂയ. ഈ അകത്തെ മനുഷ്യൻ ബലപ്പെടും. ആൾക്കാർ 4 കരം കൊടുത്ത് പറയാം, അകത്തെ മനുഷ്യൻ ബലപ്പെടും. തന്നിലേക്ക് അടി കൊടുത്തിട്ട് പറയാം, അകത്തെ മനുഷ്യൻ. കൈ തന്നിലേക്ക് തോളൊരു അടി കൊടുത്തിട്ട് പറ, അകത്തെ മനുഷ്യൻ ശക്തിപ്പെടണം. അത് തന്നെ അനുഭവം അടി കൊടുത്തു. അകത്തെ മനുഷ്യൻ പറ, അകത്തെ മനുഷ്യൻ. അകത്തെ ഈ വചനം ഉള്ളിൽ കയറണോ? ഉള്ളിൽ കയറിയോ? നിങ്ങളുടെ ഉള്ളിൽ കയറുന്നുണ്ട്. കയറിയോ? ഇത് ആദ്യങ്ങൾ കേൾക്കുന്ന സംഭവമാണ്, എനിക്കറിയാം. ഇത് ആദ്യങ്ങൾ കേൾക്കണം. അകത്തെ മനുഷ്യൻ, അകത്തെ മനുഷ്യൻ പറ, അകത്തെ മനുഷ്യൻ. ഉറക്കം പറ, അകത്തെ മനുഷ്യൻ. ഈ ഉറക്കത്തിന് കൂടുതൽ ഇത് വിളിച്ചു പറ, അകത്തെ മനുഷ്യൻ ശക്തിപ്പെടണം. അകത്തെ മനുഷ്യൻ ശക്തിപ്പെടണം. അവന് വല്ലതും കൊടുക്കണം, അവന് വല്ലതും കൊടുക്കണം. നിങ്ങളെ ഭർത്താവ് കൊടുക്കുമോ? വല്ലതും മക്കൾക്കെല്ലാം കൊടുക്കുമോ? കൊടുക്കുമല്ലോ. അപ്പൊ അകത്തെ മനുഷ്യൻ വല്ലതും കൊടുക്കണം. അപ്പൊ എപ്പോഴും ചിന്തിക്കണം, എനിക്ക് അകത്തെ മനുഷ്യനുണ്ട്, അവനും കൂടെ വല്ല തിന്നാൻ കൊടുക്കണം. അകത്തൊരു മനുഷ്യനുണ്ട്, അവനും കൂടെ വല്ല എല്ലാ മനുഷ്യരെ തിന്നുമ്പോഴും ചിന്തിക്കണം, അകത്തൊരു മനുഷ്യനുണ്ട്, അവനും കൂടെ എന്തെങ്കിലും എത്തിയില്ല. അകത്തൊരു മനുഷ്യരുണ്ട്, അകത്തൊരു മനുഷ്യരുണ്ട് പറ, അകത്തൊരു മനുഷ്യരുണ്ട്,
അവനും കൂടെ വല്ലതും കൊടുക്കണം. ഹല്ലേലൂയ. മനസ്സിലാവുന്നുണ്ടോ? അകത്തെ മനുഷ്യൻ അകത്തെ മനുഷ്യൻ അകത്തെ മനുഷ്യൻ ബലപ്പെടണം. അകത്തെ മനുഷ്യൻ ബലപ്പെടണം. അടുത്തൊരു വചനം എഫേസ്യരുടെ 4-ാം അധ്യായം എടുക്കാം. എഫേസ്യർ 4-ാം അധ്യായം അതിന്റെ 22-ാമത്തെ വചനം. എഫേസ്യർ 4:22 മുതൽ നിങ്ങളുടെ മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച് ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യരെ ഉപേക്ഷിച്ച് നിങ്ങളുടെ ഉള്ളിലെ ആത്മാവും സംബന്ധിച്ച് പുതുക്കം പ്രാപിച്ച് സത്യത്തിന്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ ധരിച്ചു കൊള്ളുവിൻ. പഴയ മനുഷ്യൻ എങ്ങനെയുള്ളതായിരുന്നു? മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച്. ഈ പ്രാർത്ഥനയ്ക്ക് വരുമ്പോഴുള്ള നടപ്പ് അറിയാലോ. അത് സംബന്ധിച്ച് ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യനെ ഉപേക്ഷിക്കുക. പ്രാർത്ഥനയ്ക്ക് നാളെ പറയാം, നിങ്ങൾ പ്രാർത്ഥനയ്ക്കാണ് വരുന്നത്, പഴയ മനുഷ്യനെ ഉപേക്ഷിക്കണം. നിങ്ങൾ തുടങ്ങണം. പറയും, നിങ്ങളിപ്പോ പ്രാർത്ഥനയ്ക്കാണ് വരുന്നത്, പഴയ മനുഷ്യന് ഉപേക്ഷിക്കണം. പഴയ മനുഷ്യനെ കൊണ്ട് നടക്കാൻ ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഉള്ളി കയറുന്നുണ്ടോ? നിങ്ങൾ രക്ഷപ്പെടാൻ വേണ്ടിയാണ് പറയുന്നത്. നിങ്ങൾ അനുഗ്രഹിക്കപ്പെടണ്ടേ? എന്തെങ്കിലും കരഞ്ഞെറിഞ്ഞ് കിടന്നാൽ മതിയോ? നന്നാവണ്ടേ? നിങ്ങളുടെ മക്കൾ നന്നാവണ്ടേ? നിങ്ങൾ രക്ഷപ്പെടണ്ടേ? രക്ഷപ്പെടണമെങ്കിൽ അകത്തെ മനുഷ്യൻ രക്ഷപ്പെട്ടാലേ പറ്റൂ. ഞാൻ മയക്കുപിടി നിൽക്കുന്ന ഒരു ഹിന്ദു ആയിരുന്നു. എനിക്കാണ് ഈ വെളിപ്പാട്. നിങ്ങൾ ജനിച്ചു വീണത് പള്ളിക്കകത്ത് വീണത് പോലെ ഈ അകത്തെ മനുഷ്യനെ കൊണ്ട് കേട്ടിട്ടില്ല. മനസ്സിലാകുന്നോ? ഹിന്ദുവായി ആയിരുന്നു. എനിക്ക് ഈ വെളിപ്പാട് തന്നു. ഈ വെളിപ്പാട് തന്നു ഞാൻ നിന്റെ പഠിപ്പിക്കുകയാണ്. പക്ഷേ ജനിച്ചത് പള്ളിക്കകത്ത് ജനിച്ചു വീണ് നിങ്ങളിതിനെ കേട്ടത് എനിക്ക് ഭയങ്കര അതിശയമായിട്ട് തോന്നുന്നു. മനസ്സിലാകുന്നുണ്ടോ? പറ. നിങ്ങൾ പ്രാർത്ഥനയ്ക്കാണ് വരുന്നത്. തലേക്ക് തരാം. ഞാൻ പ്രാർത്ഥനയ്ക്കാണ് വരുന്നത്. പഴയ മനുഷ്യന് വേണ്ട. ആ പഴയ മനുഷ്യന് ഞാൻ ഉപേക്ഷിക്കുന്നു. പറ, അതിനെ ഉപേക്ഷിക്കുന്നു. എന്റെ പഴയ മനുഷ്യരെ ഞാൻ ഉപേക്ഷിക്കുന്നു. പഴയ തെറിവിളിയെ ഉപേക്ഷിക്കുന്നു. പഴയ വഴക്കിനെ ഉപേക്ഷിക്കുന്നു. പഴയതിനെല്ലാം ഞാൻ ഉപേക്ഷിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് പകരത്തിൽ ഞാൻ നിങ്ങളോട് പറയാം, എന്റെ വചനം പറഞ്ഞ ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി, പഴയത് കഴിഞ്ഞു, അത് പുതുതായി തീർന്നിരിക്കും. മനസ്സിലാകുന്നുണ്ടോ? നിങ്ങൾ ആരിലാണ് ആയിരിക്കുന്നത്? യേശുവിൽ, ക്രിസ്തുവിലാണ്. നിങ്ങൾ യേശുവിലാണ് ആയിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ നിങ്ങൾ പുതിയ മനുഷ്യരാണ്. അയ്യോ ഇവള് അങ്ങനെയുള്ളവരാണ്. യേശു ധരിക്കരുത്, അവള് പുതിയ ആളാണ്. നിങ്ങൾ പ്രാർത്ഥനയ്ക്ക് വരുമ്പോൾ ചിലർ പറയും, അയ്യോ ബ്രദറെ അവൾ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് വരുന്നത് അവൾ അങ്ങനെയുള്ള. ഞാൻ പറഞ്ഞത് അതൊന്നും വിഷയം, അവൾക്ക് യേശുവിലായി. അവള് യേശുവിലായി. ഞാൻ പറയുമെങ്കിൽ എന്ത് ചെയ്താലും, നിങ്ങൾ കൊലപാതകം ചെയ്ത വ്യക്തിയാണെങ്കിലും യേശുവിലായ പുതിയ സൃഷ്ടി. പറ, നിങ്ങൾ 10 പേരെ കൊന്നിട്ടുണ്ട്, നാട്ടുകാർ അയ്യോ ഇവൻ കൊലപാതകയാണ്, അവനെ കുത്തിക്കൊന്നു എന്തൊക്കെ പറയും. പക്ഷേ ദൈവത്തിന്റെ വചനം പറയുന്നു, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി. ഹല്ലേലൂയ. നടന്ന വ്യക്തിയാണെങ്കിൽ കർത്താവ് ശബരിയക്കാരൻ സ്ത്രീ പറഞ്ഞു എന്താണ്? കർത്താവിന് കുടിക്കാൻ വെള്ളം വേണം, ജീവനുള്ള വെള്ളം കൊടുക്കാൻ അവള് പറഞ്ഞതാണ് കത്ത്, എനിക്കും വേണം. അപ്പൊ യേശുവിന്റെ ഭർത്താവിന് കൂട്ടിക്കൊണ്ടു. അപ്പൊ എനിക്ക് ഭർത്താവില്ല. ഇപ്പൊ ഒരാൾ കൂടെ ഉണ്ട്. എന്നിട്ട് അവള് പറയാണ്
ഭർത്താവില്ല. അപ്പൊ യേശു നിനക്ക് 5 ഉണ്ടായി. ഓൾറെഡി എത്ര ഉണ്ടായിരുന്നു നേരത്തെ? ഇപ്പൊ ഒരുത്തം ഉണ്ട്, അവന് നിന്റെ ഭർത്താവ്. യേശുവിനെല്ലാം അറിയാം, യേശുവിന്. എന്നിട്ട് കർത്താവ് പറയണം, നീ ചൊന്നത് സത്യം തന്നെ, ഭർത്താക്കന്മാർ 5 ഉണ്ട്, ഇപ്പൊ ഉള്ളവർ നിന്റെ ഭർത്താവല്ല. എന്നിട്ട് കർത്താവ് പറയുക സംഭവിച്ചെല്ലാം സംഭവിക്കുന്നു. ഓക്കെ, ആ വെളിപ്പാട് നിങ്ങൾ കൈമാറുകയാണ്. യേശു തന്നെ മിശിഹയെന്ന് ദൈവം കാണിച്ചു കൊടുത്തു. ആർക്കാണ് കാണിച്ചു കൊടുത്തത്? ആ വ്യഭിചാരിണിയ സ്ത്രീ. നാട്ടുകാർ വീട്ടിൽ പറയും, ഇവർ കള്ളി കള്ളി വ്യഭിചാരി കള്ളി, ഇവർക്ക് 6 ഭർത്താവുണ്ട്, 10 12. ഇവള് കാണുന്നവരുടെ കൂടെ നടക്കുന്നവളെന്ന് പറഞ്ഞ് സമൂഹം മുഴുവൻ തള്ളിക്കളഞ്ഞവളെ തേടി യേശു വന്നു. തള്ളിക്കളഞ്ഞവളെ തേടി. ഞാൻ പറയാം, പ്രാർത്ഥനയ്ക്ക് വരുന്നതിന് എത്ര വലിയ തെറ്റ് ചെയ്താണ്. ശബരിമല സ്ത്രീ പോലെ ആരും കാണുന്നു. എത്ര വലിയ തെറ്റ് ചെയ്താൽ യേശു ഒരു വിഷയമില്ല. 6 ഭർത്താവുള്ളവൻ യേശു എടുത്ത് ഉപയോഗിച്ചെങ്കിൽ ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് പറയാം, യേശുവിന് നിങ്ങളെയാണ് ആവശ്യം. യേശുവിന് നിങ്ങളെയാണ് ആവശ്യം. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി. സ്ത്രീയെ വെള്ളം കോരാൻ വന്നവൻ വെള്ളത്തിനില്ല, കുടവോട് തെരഞ്ഞിട്ട് ഓടി. നിങ്ങളെല്ലാവരും ഞാനിതാ നമ്മൾ കാത്തിരുന്ന മിശിഹയെ കണ്ടെത്തി, മിശിഹയെ കണ്ടെത്തി. ഈ യഹൂദന്മാർ വർഷങ്ങളായി, 1000ഓളം വർഷങ്ങളായി കാത്തിരിക്കുകയാണ് യേശുവിനെ കാണാൻ വേണ്ടി, മിശിഹയെ കാണാൻ വേണ്ടി. വേറെ ആർക്കും യേശു വെളിപ്പെടുത്തി കൊടുത്തില്ല. അവിടുത്തെ ബിഷപ്പിന് വെളിപ്പെടുത്തി കൊടുത്തില്ല, പല അച്ഛന് വെളിപ്പെടുത്തി കൊടുത്തില്ല, അവിടുത്തെ കമ്പറ്റിക്കാർക്കോ കപ്പിയാർക്കോ ആർക്കും യേശു തന്നെ വെളിപ്പെടുത്തി കൊടുത്തില്ല. പിന്നെ ആർക്ക് വെളിപ്പെടുത്തി കൊടുത്തു? വ്യഭിചാരിണിയായ നാട്ടുകാരും വീട്ടുകാരും ഇവർ കൊള്ളത്തില്ല എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞ അവരുടെ മുമ്പിൽ യേശു വെളിപ്പെട്ട് പറയുകയാണ്, ഞാനാണ് മെസ്സിഹ. ഹല്ലേലൂയ. അതാണ് യേശു, അതാണ് യേശു, അതാണ് യേശു. ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങളുടെ അകത്തെ മനുഷ്യൻ ഇന്ന് പകൽക്കാലം ബലപ്പെട്ടാൽ മതി. നിന്റെ മേലുള്ള എല്ലാ പഴയ മനുഷ്യന് ഓട്ടോമാറ്റിക്കായി നിന്നെ ഇറങ്ങിപ്പോകും. അകത്തെ മനുഷ്യൻ ബലപ്പെടാത്തതാണ് നമ്മുടെ ഉള്ളിൽ കടന്നു വരുന്ന എല്ലാ പാപ പ്രവൃത്തിക്കും കാരണം. അകത്തെ മനുഷ്യൻ ബലപ്പെടാത്തതാണ് പാപം ചെയ്യാൻ കാരണം. അല്ല, ഇവിടെ പറയുന്നത് കേട്ടോ, നിങ്ങളുടെ പഴയ മനുഷ്യനെ സംബന്ധിച്ച്, മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച് ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യരെ ഉപേക്ഷിച്ച് നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധമായി പുതുക്കം പ്രാപിച്ച് സത്യത്തിന്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ ധരിച്ചുകൊള്ളുവിൻ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഒരു പുതിയ മനുഷ്യനെ നിങ്ങൾ ധരിച്ചുകൊള്ളുവിൻ. യേശുവിന്റെ നാമത്തിൽ നിങ്ങൾ പറഞ്ഞോടിക്കുമ്പോൾ തന്നെ ദൈവം ഇറങ്ങി നിങ്ങളെ പഴയ മനുഷ്യനെ എടുത്തു മാറ്റിയിട്ട് ഒരു പുതിയ മനുഷ്യനെ ഇന്ന് പകൽക്കാലം നിങ്ങളുടെ ഉള്ളിൽ ആക്കുകയാണ്. ഹല്ലേലൂയ. പഴയ മനുഷ്യൻ എന്നിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ട് പുതിയൊരു മനുഷ്യൻ നീതിയിലും വിശുദ്ധിയിലും ജീവിക്കുന്ന പുതിയൊരു മനുഷ്യൻ എന്റെ ഉള്ളിൽ വരികയാണ്. ഹല്ലേലൂയ. ഈ പുതിയ മനുഷ്യൻ നിങ്ങളുടെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് പാപം ചെയ്യാൻ പറ്റത്തില്ല, നിങ്ങൾക്ക് പിശാചിന്റെ പിന്നാലെ പോകാൻ പറ്റത്തില്ല, നിങ്ങൾക്ക് തെറ്റായ വഴി നടക്കാൻ പറ്റത്തില്ല. കാരണം എന്താണ്? നിങ്ങളുടെ അകത്ത് വന്നിരിക്കുന്നത് പുതിയൊരു മനുഷ്യനാണ്. ഞാൻ കഴിഞ്ഞ പ്രസംഗിച്ച് വളരെ മാർഗമുണ്ടോ? നമ്മുടെ ദൈവം എവിടെയാണ് ഇരിക്കുന്നത്? നമ്മുടെ ഉള്ളിൽ. പറ, നമ്മുടെ ഉള്ളിൽ. നമ്മുടെ ഉള്ളിൽ ഇരിക്കുമ്പോൾ ഒരു പിശാച് നമ്മൾ തൊടാൻ പറ്റത്തില്ല. യേശു എവിടെയാണ് ഇരിക്കുന്നത്? നമ്മുടെ ഉള്ളിൽ. പറ, യേശു എവിടെയാണ് ഇരിക്കുന്നത്? നമ്മുടെ ഉള്ളിൽ. മഹത്വത്തിന്റെ പ്രത്യാശ ക്രിസ്തു എന്റെ ഉള്ളിൽ ഇരിക്കുമ്പോൾ എന്റെ അകത്തെ മനുഷ്യൻ ബലപ്പെടുകയാണ്. ഹല്ലേലൂയ. നമ്മുടെ അകത്തെ മനുഷ്യൻ ബലപ്പെടുകയാണ്. അകത്തെ മനുഷ്യൻ ബലപ്പെടുകയാണ്. യേശുവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളോട് പറയാം, ഇന്ന് പകൽക്കാലം ഈ വചനത്തിന്റെ ശക്തി ഇപ്പോൾ നിങ്ങളുടെ മേൽ വ്യാപരിക്കുന്നു. ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യരെ ഉപേക്ഷിച്ചിട്ട്
നീതിയിലും വിശുദ്ധിയിലും ദൈവ അനുരൂപമായ പുതിയ മനുഷ്യരെ ഇന്ന് പകൽക്കാലം ധരിച്ചുകൊണ്ട് ഇത് എല്ലാവർക്കും ഉള്ളിൽ കയറുമെന്ന് എനിക്ക് അറിയത്തില്ല. തന്നെ സമർപ്പിച്ച് കൊടുക്കുന്നതിന് ഉള്ളില് ഈ മനുഷ്യൻ കയറത്തുള്ളൂ. തന്നെ സമർപ്പിക്കും. അപ്പൊ ഞാൻ ഒന്നുമില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഒന്ന് സമർപ്പിക്കാൻ പറ്റിയ ഈ അകത്തെ മനുഷ്യൻ ഇന്ന് പകൽക്കാലം ശക്തിയോടെ ബലപ്പെടും. നിങ്ങളുടെ ഉള്ളിൽ പുതിയ മനുഷ്യൻ വെളിപ്പെടുകയാണ്. എത്ര പേർക്ക് ഇന്ന് സമർപ്പിക്കാൻ പറ്റും? കർത്താവേ, എനിക്കൊരു പുതിയ മനുഷ്യനായി മാറണം. എനിക്കൊരു പുതിയ മനുഷ്യനെ ഹല്ലേലൂയ പറ. എനിക്കൊരു പുതിയ മനുഷ്യൻ എല്ലാവരും സമർപ്പിച്ചു കൊടുക്കുക. പറ, എനിക്കൊരു പുതിയ മനുഷ്യനായി മാറണം. എന്റെ അകത്ത് ഒരു മാറ്റം സംഭവിക്കണം. എന്റെ അകത്തെ മനുഷ്യൻ ശക്തിയോട് ബലപ്പെടണം. പറ, എന്റെ അകത്തെ മനുഷ്യൻ ശക്തിയോട് ബലപ്പെടണം. പറ, എന്റെ അകത്തെ മനുഷ്യൻ ശക്തിയോട് ബലപ്പെടണം. അകത്തെ മനുഷ്യൻ ശക്തിയോട് ബലപ്പെടണമെങ്കിൽ എന്ത് ചെയ്യണം? അടുത്ത 7 കാര്യങ്ങൾ പറഞ്ഞു. 7. ഒന്നാമത് മാനസാന്തരപ്പെടണം. ഈ അപ്പോസ്തല പ്രവൃത്തി 2:37 മുതൽ വീട്ടിൽ പോയിട്ട് വായിക്കുക. 41 വീട്ടിൽ പോയിട്ട് വായിക്കണം. അപ്പോസ്തല പ്രവൃത്തി 2:37 മുതൽ 41 വരെ വായിക്കുമ്പോഴുണ്ട്. പറ, മാനസാന്തരപ്പെടണം, സ്നാനപ്പെടണം, സ്നാനപ്പെടണം, പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം, അപ്പോസ്തലന്മാരുടെ ഉപദേശം കൈക്കൊള്ളണം, കൂട്ടായ്മ ബന്ധം ആചരിക്കണം, അപ്പം നുറുക്കണം, പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. നിങ്ങൾക്ക് എല്ലാ ദിവസവും ചെയ്യാൻ പറ്റുന്നത് ബൈബിൾ വായിക്കുക, പ്രാർത്ഥിക്കുക, മാനസാന്തരപ്പെട്ട് ജീവിക്കുക. ഹല്ലേലൂയ. ഇതെല്ലാ ദിവസവും ചെയ്യാൻ പറ്റും. ഹല്ലേലൂയ. ഈ 3 സംഭവം എല്ലാ ദിവസവും നിങ്ങൾക്ക് സ്വയമായിട്ട് നിങ്ങളെ നിയന്ത്രിക്കുക. പറ, എന്നെ തന്നെ നിങ്ങളുടെ ഉള്ളിൻ്റെ അകത്ത് ഈ വചനം കൊണ്ട് നിറയ്ക്കണം. പറ, വചനം കൊണ്ട് ചോറ് കൊണ്ട് വയറ് നിറയ്ക്കുന്നത് പോലെ, മീൻ കൊണ്ട് വയറ് നിറയ്ക്കുന്നത് പോലെ വചനം കൊണ്ട് ഹൃദയം നിറയ്ക്കണം. പറ, വചനം കൊണ്ട് ഹല്ലേലൂയ. ചോറ് കൊണ്ട് വയറ് നിറയ്ക്കുന്നത് പോലെ വചനം കൊണ്ട് ഹൃദയം നിറയ്ക്കണം. ഹല്ലേലൂയ. വചനം തേനിലും മധുരമാണ് ദൈവത്തിന്റെ വചനം എന്ന് പറയുന്നത്. തേനിലും മധുരമാണ് ദൈവത്തിന്റെ വചനം. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാൽ ഒന്നുകൂടെ വിളിച്ചു പറയാം. ചോറ് കൊണ്ട് ഉറക്കം പറയാം. വചനം കൊണ്ട് ഹൃദയം നിറയ്ക്കണം. ബൈബിൾ വായിക്കാൻ കരയെടുത്ത് പിടിക്കും. 2, 3, 4, 5, 6, 7 പേർക്ക് 8 പേർക്ക് അറിയത്തില്ല. 9 പേർക്ക് അറിയത്തില്ല. നിങ്ങൾ ടച്ച് ഫോണുണ്ട് എല്ലാവർക്കും. ഫോണുള്ളവരെല്ലാം കൊണ്ടുപോകണം. ഇല്ലാത്തവർക്ക് ഉടനെ ഫോൺ വാങ്ങണം. എന്നിട്ട് ബൈബിൾ ആഡിയോ കൊണ്ട് ഞാൻ കയറ്റി തരുന്നതായിരിക്കും. നിങ്ങളത് സ്വിച്ച് അമർത്തിയാൽ നിങ്ങൾക്ക് വേണ്ടി ഒരാൾ വചനം പറഞ്ഞുകൊണ്ടേയിരിക്കും. ആ സ്വിച്ച് പിടിക്കാനേ നിൽക്കത്തുള്ളൂ. എപ്പോഴെന്ത് ചെയ്യും? അത് പറഞ്ഞുകൊണ്ടേയിരിക്കും, വായിച്ചുകൊണ്ടേയിരിക്കും. ചിലപ്പോൾ മക്കളടുത്ത് പറഞ്ഞാൽ ഫോൺ വാങ്ങി എന്ന് പറയും. ചെറുമക്കളെന്ന് പറഞ്ഞാൽ അവിടെ പിരിക്കും. നിങ്ങൾ ഇപ്പോൾ ഈ വയസ്സായ കാലത്ത് വചനം ഒന്ന് വായിക്കണമെന്ന് പറയും. ആരെടുത്ത് പോണ്ട, ഫോണെടുത്ത് ഒരു സ്വിച്ച് ഇട്ടാൽ മതി. വചനം പറഞ്ഞുകൊണ്ടേയിരിക്കും. നിങ്ങൾക്ക് മതിയാൽ തോന്നുമ്പോൾ വീണ്ടും സ്വിച്ച് പിരിക്കാതെ അത് ഓഫായിരിക്കും. ദാസന്മാരെ കേൾക്കുന്നുണ്ടല്ലോ. നമ്മൾ ആന്റിക്ക് ഞാൻ അത് ശരിയായി കൊടുത്തു. ഹല്ലേലൂയ. വേറെ ആർക്കൊന്നും തന്നത് ഓർമ്മയില്ല. ഹല്ലേലൂയ. അപ്പൊ ഞാൻ പറയാം, നിങ്ങൾ ടച്ച് ഫോൺ, ആൻഡ്രോയിഡ് ഫോൺ വാങ്ങുക. വാങ്ങിച്ച് ഉള്ളവർ കൊണ്ടുവരിക. നിങ്ങൾ എല്ലാ ദിവസവും എന്ത് ചെയ്യണം? ബൈബിൾ വായിച്ചു കൊണ്ടേയിരിക്കണം. ഹല്ലേലൂയ. പ്രിയാമ്പഴൊക്കെ അതൊക്കെ പറഞ്ഞുതരാം. ഫോൺ വാങ്ങിക്കൊണ്ടിരിക്കും. എല്ലാം പറഞ്ഞുതരാം. വീട്ടിൽ ടി വി എവിടെ അറിയാം, ടി വിയുടെ അറിയാം, റിമോട്ട് എടുക്കുന്നതൊക്കെ അറിയാം. പിന്നെ ഫോണിൽ പഠിക്കാൻ പറ്റും. ഇന്ന് ഏത് സീരിയലാണ്? ഇന്ന് ബുധനാഴ്ച ഏത് സീരിയലാണ്? ഹല്ലേലൂയ. ഹല്ലേലൂയ. പാർക്കോ? ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇത് പഠിക്കാനെടുക്കോ? പഠിക്കാനൊക്കെ ടി വിയുടെ അറിയാലോ, റിമോട്ട് എടുക്കുന്നതൊക്കെ അറിയാലോ. അത്ര പാടുമില്ല.
ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഞാൻ പറയാം, നീ വചനം കേൾക്കുക, ഉള്ളിൽ കേൾക്കുക. പറ, ഉള്ളിൽ കയറണം. ഒന്നുകൂടെ പറ, ചോറ് കൊണ്ട് വയറ് നാശം എടുക്കുക. ചോറ് കൊണ്ട് വയറ് നിറയ്ക്കുന്ന പോലെ ഹൃദയം നിറയ്ക്കുക. ഒന്നുകൂടെ, ചോറ് കൊണ്ട് വയറ് നിറയ്ക്കുന്ന പോലെ നെഞ്ച് നിറയ്ക്കുക, ഹൃദയം നിറയ്ക്കുക. ഇപ്പൊ അനീഷ് ഒറ്റയ്ക്ക് പറയുന്നത് ഹല്ലേലൂയ. ഒന്നുകൂടെ പറ, ചോറ് കൊണ്ട് വയറ് നിറയ്ക്കുന്ന പോലെ. പറയും, ഭാഷക്കാർക്ക് പറയും, ഇന്നലെ മറക്കാതിരിക്കും. ചോറ് കൊണ്ട് വയറ് നിറയ്ക്കുന്ന പോലെ. വചനം കൊണ്ട് ഹൃദയം നിറയ്ക്കണം. ഓക്കെ, എല്ലാവർക്കും എണീക്കണം, പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. ഈ വചനം മനസ്സിലായി. എല്ലാവരും എണീക്ക്. ഇന്ന് പകൽക്കാലം ബാക്കി നമുക്ക് കണ്ടിന്യൂ ചെയ്യാം, ഞായറാഴ്ച. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഞാൻ പറയാം, അകത്തെ മനുഷ്യൻ ശക്തിയോടെ ബലപ്പെടും. അകത്തെ മനുഷ്യൻ ശക്തിയോടെ ബലപ്പെടണം. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ അയൽവാസിയോടൊക്കെ പറയാനുള്ള ഒരു സംഭവമാണ്. ആർക്കും അറിയത്തില്ല. അയൽവാസികൾ പോയി പറയണം, എടി ഇങ്ങനെ അകത്തെ മനുഷ്യൻ ഉണ്ട്, ശക്തിപ്പെട്ടാല് നിനക്ക് നന്നാവാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ നന്നാവത്തില്ല. പോയി മൗത്ത് നോക്കി പറയണം. കൂട്ടുകാരിക്ക് പറയണം. കേട്ടോ? മനസ്സിലാക്കി? എല്ലാ കൂട്ടുകാരുടെ പോയി പറയണം. കേട്ടോ? നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യണം? അയൽവാസി പറഞ്ഞു, ഈ അകത്തെ മനുഷ്യൻ ശക്തിപ്പെട്ടാല് നീ നിന്റെ കുടുംബം രക്ഷപ്പെടുന്നുള്ളൂ. ഹല്ലേലൂയ. നിനക്ക് നന്നാവണോ? എന്ത് ചെയ്യണം? അകത്തെ മനുഷ്യൻ പോണം. ഓക്കെ. ഹല്ലേലൂയ. പറഞ്ഞു, അകത്തെ മനുഷ്യൻ ശക്തിപ്പെട്ടാല് പറഞ്ഞു ശക്തിപ്പെട്ടാല് മറന്നു. ഇത്രയും നേരം ആരോട് പറഞ്ഞുകൊണ്ടിരുന്നത്? ഇത്രയും നേരം ആരോടാണ് പറഞ്ഞുകൊണ്ടിരുന്നത്? അകത്തെ മനുഷ്യൻ ശക്തിപ്പെട്ടാല് നന്നാകത്തുള്ളൂ. ഹല്ലേലൂയ. ഒരാളെ കിട്ടട്ടെ. ദൈവമേ സ്തോത്രം. ഹല്ലേലൂയ. മനസ്സിലായോ? ഇപ്പൊ അപ്പുറത്തെ സംഭവം നിങ്ങൾ അറിഞ്ഞോ? നമ്മളെ വീട്ടിൽ ഇങ്ങനെയാണ് സംഭവം. ഇതാണെങ്കിൽ എല്ലാ എന്തെയും അതുകൊണ്ട് അപ്പുറത്തെ വീട്ടിൽ അയൽവാസികൾ പറയുന്നത് അറിഞ്ഞോ? നമ്മളെ എങ്ങനെയാണ് ആ വീട്ടിൽ ഇതാണ് സംഭവം. അപ്പുറം അയൽവാസികളെ എല്ലാവരും എന്ത് ചെയ്യും? കേറി ഇറങ്ങി പറഞ്ഞിട്ടേ സമാധാനം വരുള്ളൂ. അത് മാറ്റണം. ഇന്ന് ഇവിടെ കേട്ട വചനം പോയി എന്ത് ചെയ്യണം? പറയണം. നീ അറിഞ്ഞോ? ഇന്ന് ബ്രദർ ഇങ്ങനെയാണ് പ്രസംഗിച്ചത്. അകത്തെ മനുഷ്യൻ ശക്തിപ്പെട്ടാല് നീ ഇതിന്റെ കുടുംബവും രക്ഷപ്പെടത്തുള്ളൂ. എന്നാലേ നിന്റെ സ്വഭാവം നേരെയാവുള്ളൂ. എന്നാലേ നിന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടുള്ളൂ. അതിന്റെ അകത്തെ മനുഷ്യൻ ഉണ്ട്. അതെന്ത് ചെയ്യണം? ശക്തിപ്പെടണം. ഹല്ലേലൂയ. നിങ്ങൾ എല്ലാവരും പറഞ്ഞു, നിങ്ങൾ കൂട്ടുകാരോട് പറഞ്ഞു, വരാൻ പറ്റാത്തവരെ ഇന്ന് ഇവിടെ വരുന്നവർ ഇന്ന് വന്നില്ല. അവരെ കാണുമ്പോൾ ഒരു അടിയും കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങൾ ഇന്ന് വരാത്ത ഇതാണ് സംഭവം. ഇന്ന് എന്ത് ചെയ്യണം? പറയണം. ഹല്ലേലൂയ. അപ്പൊ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിനെ എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. എല്ലാവരും കണ്ണുകളടക്കി പോകാൻ തന്നെ കർത്താവിന്റെ നാമത്തിൽ ഞാനിവരെ ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. പോകാൻ തന്നെ ദൈവശക്തി വ്യാപരിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം സ്വർഗത്തിന് ദൈവത്തിന്റെ കരുവിടെ ചലിക്കുന്നു. പോകാൻ തന്നെ യേശുവിന്റെ നാമത്തിൽ ഞാൻ ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. പോകാൻ തന്നെ സ്വർഗമേനിയുടെ ഇറങ്ങിയതിനാണ് ഇന്ന് പകൽക്കാലം പറഞ്ഞെടുക്കുമ്പോ തന്നെ ഈ വചനത്തിന്റെ ശക്തി നിങ്ങളുടെ മേൽ വ്യാപരിക്കുന്നു. വചനത്തിന്റെ ശക്തി ഇത് പകൽക്കാരുടെ വ്യാപരിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ ഭയങ്കരമായ ദൈവമകത്തോടെ വ്യാപരിക്കുന്നു. വിട്ടോണമല്ല, അരള പോലെ നീട്ടിയിട്ടല്ലാതെ കിടപ്പോ വയ്യാതെ ആ ദൈവത്തിന് ഭയങ്കര ഗ്ലോറി വ്യാപരിക്കുന്നു. ഒന്ന് പ്രാർത്ഥിക്കുക, കർത്താവേ എന്റെ അകത്തെ മനുഷ്യൻ ബലപ്പെടണം. ഒന്ന് പ്രാർത്ഥിക്കുക, കർത്താവേ എന്റെ അകത്തെ മനുഷ്യൻ ഒന്ന് ബലപ്പെടണം. എന്റെ അകത്തെ മനുഷ്യൻ ബലപ്പെടണം. അപ്പൊ എന്റെ അകത്തെ മനുഷ്യൻ ബലപ്പെടണം. യേശുവേ എന്റെ അകത്തെ മനുഷ്യൻ ഒന്ന് ബലപ്പെടണം. യേശുവേ എന്റെ അകത്തെ മനുഷ്യൻ ഒന്ന് ബലപ്പെടണം. യേശുവേ എന്റെ അകത്തെ മനുഷ്യൻ ഒന്ന് ബലപ്പെടണം.
ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ വചനത്തിന്റെ ശക്തി ഇന്ന് പകൽക്കാലം വ്യാപരിക്കണേ. വചനത്തിന്റെ ശക്തി ഇന്ന് പകൽക്കാലം ചലിക്കുന്നു. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവം നിങ്ങളെ തൊടുകയാണ്. നിങ്ങൾ പഴയ മനുഷ്യനെ ദൈവം ഉരിഞ്ഞു മാറ്റിയിട്ട് ഒരു പുതിയ മനുഷ്യനെ ദൈവം സൃഷ്ടിക്കുകയാണ്. ഇപ്പോൾ ചതിമോഹങ്ങളാൽ മനുഷ്യനായി പോകുന്ന പഴയ മനുഷ്യരെ മാറ്റിയിട്ട് ഇപ്പോൾ സത്യത്തിലും ദൈവാനുരൂപമായി നീതിയിലും നടക്കുന്ന വിശുദ്ധമായ ഒരു പുതിയ മനുഷ്യനെ ദൈവം നിങ്ങളുടെ ഉള്ളിലാക്കുകയാണ്. ഇപ്പോൾ ദൈവത്തിന്റെ ഭയങ്കര ഗ്ലോറി സ്തുതിക്കും. ഇത് മക്കൾക്കാലം യേശുവിന്റെ നാമത്തിൽ ദൈവത്തിന്റെ ഭയങ്കര മതത്തിൽ ചലിക്കുകയാണ്. കുറ്റോളമല്ല അരള പോലെ നീതി ഠക്കാതെ കിടപ്പാ വയ്യാതെ വേണം ആ ദൈവത്തിന്റെ ഭയങ്കര ഗ്ലോറി ചലിക്കണം. യേശുവിന്റെ നാമത്തിൽ വിഭവത്തിനെ കഥാവെ തൊടുക യേശുവിനെ തൊടുക. നിങ്ങളെ പാപത്തിലേക്ക് നയിക്കുന്ന തെറ്റിലേക്ക് കൊണ്ടുപോകുന്ന സകല പഴയ മനുഷ്യൻ വിഭവത്തിനെ നിങ്ങൾ അഴിഞ്ഞു മാറുകയാണ്. ആ ദേഷ്യത്തിന്റെ സ്പിരിറ്റുകൾ പൊട്ടി മാറുകയാണ്. വഴക്കിന്റെ സ്പിരിറ്റുകൾ പൊട്ടി മാറുകയാണ്. അശുദ്ധിയുടെ സ്പിരിറ്റുകൾ പൊട്ടി മാറുകയാണ്. അനീതിയുടെ സ്പിരിറ്റുകൾ പൊട്ടി മാറുകയാണ്. പൈശാചിക സ്വാധീനം അഴിഞ്ഞു മാറുകയാണ്. ഞാൻ പറഞ്ഞെടുക്കുമ്പോൾ ദൈവത്തിന്റെ ഹോളി സ്പിരിറ്റ് ദൈവത്തിന്റെ ഭയങ്കര മകത്തോടെ വ്യാപരിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ സകല അന്ധകാര മണ്ഡലങ്ങൾ ഇത് മകളെക്കാലം വിടയപ്പെടേണ്ട കരങ്ങളെ അടിച്ചത് ദൈവത്തെ സ്തുതിക്കും. ഇപ്പോൾ ദൈവത്തിന്റെ ഭയങ്കര മകത്വ ദൈവത്തിന്റെ ഭയങ്കര ഗ്ലോറി ഇത് മകളെക്കാലം മുന്നോളമല്ല അറിയണം പോരാ നീതിയിട്ടല്ലാതെയൊക്കെ കിടപ്പാൻ വയ്യാതെന്നാണ്. ദൈവത്തിന് ഭയങ്കര ഗ്ലോറി വെളിപ്പെടുകയാണ്. ഇത് മകളെക്കാലം സ്വർഗ്ഗത്തിൽ ഇറങ്ങി നിൽപ്പണ്ട ദൈവത്തിന് ഭയങ്കര മകത്വ യേശുവിന്റെ നാമത്തിൽ ദൈവത്തിന് ഭയങ്കര ഗ്ലോറി വെളിപ്പെടുകയാണ്. സ്വർഗ്ഗത്തിൽ ഇറങ്ങി നിൽപ്പണ്ട് ആ ദൈവത്തിന് ഭയങ്കര മകത്വം ഇന്ന് മകളെക്കാലം ഇന്ന് ചലിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ കർത്താവേ തൊടുക. ദൈവത്തിന്റെ ഭയങ്കര മകത്വം ഇത് മകളിക്കാരുടെ വ്യാപരിക്കണം. യേശുവിന്റെ നാമത്തിൽ ആ ദൈവത്തിന്റെ ഭയങ്കര മകത്തോടെ വ്യാപരിക്കുന്നു. ദൈവത്തിന്റെ ഭയങ്കര മകത്തോടെ വ്യാപരിക്കുകയാണ്. ദൈവത്തിന്റെ ഭയങ്കര ഗൗരവമില്ലാതെ ചലിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ എല്ലാവരും ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കുക. കരങ്ങളെ അടിച്ചെടുത്ത് ഭയങ്കര മകത്വം ഇത് മകളുകാലത്ത് വ്യാപരിക്കുകയാണ്. പഴയ മനുഷ്യനെ ഉരിഞ്ഞു മാറ്റി എല്ലാവരും കരങ്ങളെടുത്ത് ആരാധിക്കുക. ദൈവത്തിന് ഭയങ്കരമായ അല്പമുള്ള കരങ്ങളെടുത്ത് ആരാധിക്കുക. ദൈവത്തിന് ഭയങ്കര മകത്തോടെ വ്യാപരിക്കണം. യേശുവിന്റെ നാമത്തിൽ ആ ദൈവത്തിന് ഭയങ്കര ഗ്ലോറിയുടെ വെളിപ്പെടുന്നു. പഴയ മനുഷ്യനെ ഉരിഞ്ഞു മാറ്റി തന്നെ ആ ദൈവത്തിന്റെ ഭയങ്കര ഗ്ലോറി ഇതിന്റെ അകത്ത് വ്യാപരിക്കുന്നു. ഇത് മകൾക്കാലം ദൈവത്തിന്റെ ഭയങ്കര ഗ്ലോറി ഇതിനകത്ത് വെളിപ്പെടുകയാണ്. ആ ശബരിയക്കാരുടെ സ്ത്രീയുടെ ജീവിതം ദൈവം മാറ്റിമറിച്ചതുപോലെ അവളെ പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളഞ്ഞിട്ട് പുതിയൊരു മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചാക്കിയതുപോലെ ഇന്ന് മകൾക്കാലം നിങ്ങളുടെ ഉള്ളിലേക്ക് ദൈവത്തിന്റെ പുതിയ മനുഷ്യൻ ഇന്ന് മകൾക്കാലത്തിന്റെ ഉള്ളിൽ പ്രവേശിക്കുകയാണ്. കർത്താവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഇവരെല്ലാവരും ദൈവം ഇപ്പോൾ തുടരണം. യേശുവിന്റെ നാമത്തിൽ കർത്താവേ നീ ഇപ്പോൾ തുടരണം. യേശുവിന്റെ നാമത്തിൽ ഞാൻ ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ നീ ഇപ്പോൾ തൊടുക.
ഇപ്പോൾ തൊടുക 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 തൊടുക. ഇപ്പോൾ തന്നെ കർത്താവിനെ തൊടുക യേശുവിന്റെ നാമത്തിൽ. ഇപ്പോൾ തന്നെ യേശുവിനെ തൊടുക തൊടുക തൊടുക. ഇന്ന് പകൽക്കാലം യേശുവിന്റെ നാമത്തിൽ ഞാനിവരെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുക. അകത്തെ മനുഷ്യന് ഉരിഞ്ഞു കളഞ്ഞിട്ട്, പുറത്തെയുള്ള മനുഷ്യന് ഉരിഞ്ഞു കളഞ്ഞിട്ട് അകത്തൊരു മനുഷ്യനെ സൃഷ്ടിക്കുകയാണ്. ഹാലേലൂയ. പഴയ മനുഷ്യനെ ദൈവം ഉരിഞ്ഞു കളഞ്ഞിട്ട് ഇപ്പോൾ നിന്റെ അകത്ത് ദൈവം പുതിയൊരു മനുഷ്യനെ വയ്ക്കുകയാണ്. ഇപ്പോൾ തന്നെ കർത്താവ് എല്ലാവരും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളുടെ അത്ഭുതക്കാരെ ഇതിനകത്ത് വ്യാപരിച്ചതിനെ നന്ദി. കർത്താവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ ഭയങ്കര മതത്തോടെ വ്യാപരിക്കുന്നു. ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കർത്താവിനെ കാണിക്കുന്ന ഒരു വെളിപ്പാട് ഞാൻ പറയാം. നിങ്ങളുടെ ഉള്ളിലോട്ട് പുതിയ മനുഷ്യൻ കയറുമ്പോൾ തന്നെ നിങ്ങളുടെ അകത്തിരിക്കുന്ന രോഗത്തിന്റെ സ്പിരിറ്റുകൾ അഴിഞ്ഞു പോകുന്നു. അകത്തിരിക്കുന്ന ദേഷ്യങ്ങളെല്ലാം പുറത്തു ചാടുന്നു. അകത്തിരിക്കുന്ന വാശി വൈരാഗ്യങ്ങളെല്ലാം പുറത്തു ചാടുന്നു. ഇത് പകൽക്കാലം ദൈവത്തിന് ഭയങ്കര ഗ്ലോറി വെളിപ്പെടുകയാണ്. എല്ലാ പിണക്കങ്ങളും നിങ്ങളുടെ ഉള്ളിൽ നിന്ന് പുറത്തു ചാടി ഓടുന്നു. എല്ലാ രോഗത്തിന്റെ കെടികൾ മധ്യമാകുന്നു. പുതിയ മനുഷ്യൻ അകത്ത് കയറുമ്പോൾ, അകത്തെ മനുഷ്യൻ ശക്തിയോടെ ബലപ്പെടുമ്പോൾ എല്ലാ വാശികളും മാറുന്നു, വൈരാഗ്യങ്ങൾ മാറുന്നു, പടക്കങ്ങൾ മാറുന്നു, ദേഷ്യങ്ങൾ മാറുന്നു, കോപങ്ങൾ മാറുന്നു, എല്ലാ ശത്രുതകളും ഭിന്നതകളും എല്ലാം മാറുന്നു. എല്ലാ അസ്വസ്ഥതകളും വിട്ടുമാറുകയാണ്. ഇപ്പോൾ തന്നെ യേശുവിന്റെ നാമത്തിൽ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ അത്ഭുത കാര്യങ്ങളെ വ്യാപരിക്കുന്നത് യേശുവിന്റെ നാമത്തിന്റെ പിതാവേ. ഹല്ലേലൂയ ഹല്ലേലൂയ. എല്ലാവരും പ്രാർത്ഥിക്കും. പോകുന്ന യേശുവിന്റെ നാമം കർത്താവ് കാണിച്ച വെളിപ്പാട് ഞാൻ പറയാം. ഈ അകത്തെ മനുഷ്യ ശക്തിയോടെ ബലപ്പെടുമ്പോൾ എല്ലാ രോഗത്തിന്റെ എക്സ്പീരിയൻസ് പോകുന്നു. എല്ലാവരും കരവർത്തുന്ന പ്രാർത്ഥിക്കും. നമ്മുടെ യൂട്രസിലെ മുഴ ഇപ്പോൾ അപ്രത്യക്ഷമാണ്. യൂട്രസിലെ മുഴ ഇപ്പോൾ അപ്രത്യക്ഷമാണ്. ഇന്ന് പകൽക്കാലം എല്ലാവരും കരവർത്തി പ്രാർത്ഥിക്കും. യേശുവിന്റെ നാമത്തിൽ നമ്മൾ ധാരാളം സാക്ഷികൾ കേട്ടതാണ്. ഹല്ലേലൂയ. ഇത് പകൽ ഈ സിസ്റ്റർ സാക്ഷിയായിട്ട് മാറണം. ദൈവത്തിന്റെ കരസ്പർശനം ഇവരുടെ മേൽ വെളിപ്പെടണം. ആ യൂട്രസിലെ എല്ലാ മുഴകളും ഇപ്പോൾ തന്നെ യേശുവിന്റെ നാമത്തിൽ അപ്രത്യക്ഷമാകട്ടെ. ആ വയറിനകത്തുള്ള വേദനകൾ വിട്ടുമാറട്ടെ. ഇത് പകൽക്കാലം യേശുവിന്റെ നാമത്തിനെ കൽപ്പിക്കുന്നു. എല്ലാവരും വായിക്കുന്നത് യേശുവിനെ വിളിക്ക്. യേശുവേ യേശുവേ വാളിലേക്ക് ദൈവത്തിന്റെ ശക്തി ചലിക്കുന്നു. ഇത് പകൽക്കാലം ദൈവത്തിന്റെ ഭയങ്കര ഗ്ലോറി വെളിപ്പെടുകയാണ്. യേശുവിന്റെ നാമത്തിനെ കൽപ്പിക്കുന്നു. വായനത്തിലുള്ള എല്ലാ മുഴകളിൽ തന്നെ യേശുവിന്റെ അപ്രത്യക്ഷമാകട്ടെ. ഒരു ഓപ്പറേഷനും കൂടാതെ ഇപ്പോൾ തന്നെ ആ മുഴ അപ്രത്യക്ഷമാകട്ടെ. യേശുവിന്റെ നാമത്തിനെ കൽപ്പിക്കുന്നു. ഇപ്പോൾ തന്നെ ഫ്രീ ആവട്ടെ. കർത്താവേ ഇപ്പോൾ തൊട്ട് പിടിപ്പിച്ചാൽ നന്ദി. വലുതാകാൻ അത്ഭുത സാക്ഷ്യപ്പെട്ട് നിങ്ങൾ കേൾക്കും. യേശുവിൻ നാമത്തിന്റെ പിതാവേ. ഹല്ലേലൂയ. ശരീരം മുഴ ഉണ്ടെന്ന് പറയുന്നത് അതിനകത്ത് കട്ടിയുണ്ട്. അങ്ങനെ കരണ്ട് പിടിക്കുന്നോടി ആ മേഖല കത്തപ്പോൾ തൊടുകയാണ്. എൻ്റെ വയറിനകത്തൊരു കട്ടിയുണ്ട്. അങ്ങനെ പ്രശ്നമുള്ളതൊന്നും കരവെട്ടി പിടിക്ക് പോകുന്നത്. ഓടി 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 ഓക്കെ എണീക്ക് പോകുന്നത് പ്രാർത്ഥിക്കുന്നത് പോകുന്നത്. ആ വയറിനകത്തിലെ കട്ടിയെ ഞാൻ യേശുവിന്റെ നാമത്തിൽ എല്ലാവരും പ്രാർത്ഥിക്കും. ഇപ്പൊ തൊടുക. കർത്താവിനെ ഇപ്പൊ തൊടണം. കർത്താവിനെ ഇപ്പൊ തൊടണം. ആ കെട്ടിനെ ഞാൻ പൊട്ടിക്കുന്നു. പിശാചികളുടെ എല്ലാ കെട്ടുകളെ ഞാൻ പൊട്ടിക്കുന്നു. കർത്താവിനെ ഇപ്പൊ തൊടുക. ഇപ്പോൾ ഹോളി സ്പിരിറ്റ് പവർ യേശുവിന്റെ നാമത്തിനെ കൽപ്പിക്കുന്നു. കർത്താവിനെ ഇപ്പൊ തൊടുക. കർത്താവിനെ ഇപ്പൊ തൊടണം. ഇപ്പോൾ തന്നെ യേശുവിന്റെ നാമത്തിനെ കൽപ്പിക്കുന്നു. ഇപ്പോൾ തന്നെ അവന് സൗഖ്യമാണ്. ഇപ്പോൾ തന്നെ സൗഖ്യമാണ്. ഇപ്പോൾ തന്നെ സൗഖ്യമാണ്. യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ സൗഖ്യമാണ് കൽപ്പിക്കുന്നു. ആ മുഴ അപ്രത്യക്ഷമാകാൻ കൽപ്പിക്കുക. യേശുവിന്റെ നാമത്തിൽ ബ്ലസ് ചെയ്യുന്നു. കർത്താവ് ചെയ്യുന്നതിനായി നന്ദി. ഇവിടുന്ന് എല്ലാവരും ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ശരീരങ്ങൾ ഒരു മുഴ ഇരിക്കരുത്, ഒരു കട്ടി ഇരിക്കരുത്. ഇപ്പോൾ തന്നെ എല്ലാം അപ്രത്യക്ഷമാകണം. യേശുവിന്റെ നാമത്തിൽ ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവിനെ ചെയ്തതിനായി നന്ദി. യേശുവിന്റെ നാമത്തിന്റെ പിതാവേ ആശീർവാദം. കർത്താവ് യേശുവിന്റെ കൃപ പരിശുദ്ധ സംസർഗം കൊണ്ടായി ഇന്നലെ എല്ലായ്പ്പോഴും കൂടെ ഇരിക്കുമാറാകട്ടെ. ആ ഇത്രത്തോളം